ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫ്രൈഡേ പൊതുവെ നമ്മൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഫ്രൈഡേ എന്റർപ്രണർഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്. ഇന്ന് ആ വിഷയത്തിൽ വളരെ അഗ്രഗണ്യനായ, പ്രത്യേകിച്ച് പല വിഷയങ്ങളിലും, പ്രത്യേകിച്ച് എന്റർപ്രണർഷിപ്പിൽ വ്യവസായിക വകുപ്പിന്റെ തലങ്ങളിലൊക്കെ വളരെ പരിചയമുള്ള ലോറൻസ് സാറാണ് ഇന്ന് നമ്മളോട് കൂടിയുള്ളത്. സാർ കോട്ടയം സ്വദേശിയാണ്. വ്യവസായ വകുപ്പിൽ ഉപ ഇൻഡസ്ട്രീസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. കോട്ടയത്താണ് ജോലി ചെയ്യുന്നത്. ബിടെക് എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ എംടെക് ഈ വിദ്യാഭ്യാസ യോഗ്യതകളൊക്കെ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരിയും ട്രെയിനിങ്, പ്രത്യേകിച്ച് എന്റർപ്രണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംരംഭവുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി ട്രെയിനിങ്ങുകൾ സാറ് നേടിയിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി സാറ് ഹാൻഡിൽ ചെയ്യുന്ന വിഷയങ്ങൾ പ്രധാനമായിട്ടും കരിയർ കൺസൾട്ടൻസിയാണ്, അതുപോലെ പേഴ്സണൽ ഡെവലപ്മെന്റ്, അതുപോലെ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുള്ള ബാങ്ക് അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ട്രെയിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ സാറ് കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ് എടുക്കുന്നു. ഡിപ്പാർട്ട്മെന്റും അല്ലാതെ ഡിപ്പാർട്ട്മെന്റ് ഏതൊരു സ്ഥലങ്ങളിലുമൊക്കെ, കോളേജുകളിലും സ്കൂളിലും ഒക്കെ ക്ലാസ്സുകൾ. സോ നിങ്ങൾ എല്ലാവരെയും ഈ പ്രോഗ്രാമിൽ ക്ഷണിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ പെർമിഷനോടുകൂടി ലോറൻസ് മാത്യു സാറിനെയും ക്ഷണിക്കുകയാണ്. ലോറൻസ് മാത്യു സാർ, യു ആർ വെൽക്കം. സാർ ഒരു ചെറിയ ഇൻട്രൊഡക്ഷനോടെ തുടങ്ങി. ഓക്കെ സാറേ, താങ്ക് യു. മുമ്പ് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോളൂ സാറേ. കാണാൻ പറ്റുമോ? കാണാം സാർ, കാണാം. ഓക്കെ, സ്ലൈഡ് ഷോ ആക്കിക്കോട്ടെ. ഓക്കെ സാറേ, എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമല്ലോ അല്ലേ? പൊതുവെ കേൾക്കാം. എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, നമ്മള് നാടിന്റെ നാനാഭാഗത്തിരുന്നാണ് അറ്റൻഡ് ചെയ്ത്. അതുകൊണ്ട് നിങ്ങൾ എത്രമാത്രം അറ്റൻറ്റീവ് ആണ് എന്നുള്ളത് എനിക്ക് അറിയാനുള്ള ഏക മാർഗം, ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി പറഞ്ഞാൽ മതി. പക്ഷെ അത് അൺമ്യൂട്ട് ചെയ്ത് വെക്കുന്നത് നമുക്ക് ഡിസ്റ്റർബ് ആകുകയും ചെയ്യരുത്. ചോദിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒന്ന് രണ്ട് പേരൊന്ന് റിപ്ലൈ ഒന്ന് സഹകരിച്ചാൽ നല്ലതായിരിക്കും. എനിവേ, ഞാൻ പരിചയപ്പെടുത്താം. സാറ് പറഞ്ഞതുപോലെ തന്നെ പേര് ലോറൻസ് മാത്യു. ഇവിടെ കോട്ടയം താലൂക്ക് വ്യവസായ ഓഫീസറാണ്. താലൂക്ക് വ്യവസായ ഓഫീസർ എന്ന് പറയുമ്പോൾ പലരോടും പരിചയപ്പെടുത്തുമ്പോൾ തിരിച്ചെല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അപ്പൊ താലൂക്കിലാണോ ജോലിയെന്ന്. തെറ്റാണ്. താലൂക്ക് ഓഫീസ് എന്ന് പറയുന്നത് റവന്യൂവിന്റെ ഓഫീസാണ്, തഹസിൽദാർ ഓഫീസാണ്. മിക്ക ഒന്ന് രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇപ്പൊ താലൂക്ക് സപ്ലൈ ഓഫീസുണ്ട്, അങ്ങനെ താലൂക്ക് വ്യവസായ ഓഫീസുണ്ട്. നമുക്കിപ്പം കേരളത്തിൽ എത്ര താലൂക്കുണ്ടോ അത്രയും താലൂക്കിൽ വ്യവസായ ഓഫീസുകളുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഒരു ഒറ്റ വാക്കിൽ ജസ്റ്റ് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. വ്യവസായ വാണിജ്യ വകുപ്പ് എന്നൊരു വകുപ്പുണ്ട്. നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംരംഭകരുമായിട്ട്, അതായത് സാധാരണക്കാരെ സംരംഭകരാക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഒരു ലൈസൻസിങ് ഡിപ്പാർട്ട്മെന്റോ രജിസ്ട്രേഷൻ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റോ ഒന്നുമല്ല, ലോൺ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ല. ഇങ്ങനെയൊക്കെ പറയാനുള്ള കാര്യം, നിത്യം കുറെ കോളും വരുന്നുണ്ട്, ഫേസ്ബുക്കിലൊക്കെ ചോദ്യം പലപ്പോഴും പറയുന്നതായിട്ടുണ്ട്, വരുന്നുണ്ട്. നമ്മൾ ലോൺ കൊടുക്കുന്നില്ല, നമ്മൾ സബ്സിഡി മാത്രമേ നൽകുന്നുള്ളൂ, രജിസ്ട്രേഷൻ നൽകുന്നില്ല, ലൈസൻസ് കൊടുക്കുന്നില്ല. അതാണ് നോർമലി ഞങ്ങളുടെ. പക്ഷെ ഞങ്ങൾ സബ്സിഡി നൽകുന്നു. അപ്പൊ അതേസമയം സാധാരണക്കാരിലേക്ക് സംരംഭകർക്ക് അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ്. ഞങ്ങൾക്ക് 14 ജില്ലകളിലും ജില്ലാ ഓഫീസുകളുണ്ട്. ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ എന്നാണ് അത് അറിയപ്പെടുന്നത്, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റർ എന്ന് പറയും. അതിന്റെ കീഴിൽ എല്ലാ താലൂക്കുകളിലും താലൂക്ക് വ്യവസായ ഓഫീസുണ്ട്. അപ്പൊ അതിനകത്തൊരു ഹെഡ് ഉണ്ട് താലൂക്ക് വ്യവസായ ഓഫീസിന്. കോട്ടയം താലൂക്കിന്റെ ഓഫീസ് ഹെഡ് ഞാനാണ്. ഉപജില്ലാ വ്യവസായ ഓഫീസർ നമ്മൾ മലയാളത്തിൽ പറയുന്നത് അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഓഫീസർ എന്ന് ഇംഗ്ലീഷ് ഡെസിഗ്നേഷൻ പറയും. പിന്നെ നമുക്ക് എല്ലാ മുനിസിപ്പാലിറ്റി, എല്ലാ കോർപ്പറേഷനുകളും, ഒപ്പം എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും എക്സ്റ്റൻഷൻ ഓഫീസേഴ്സ് ഉണ്ട്, നമ്മുടെ ഫീൽഡ് ഓഫീസേഴ്സ് ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ഒരു സ്ട്രക്ചർ. ഇത്ര നമുക്ക് പെർമനന്റ് സ്റ്റാഫാണ്. പക്ഷേ കഴിഞ്ഞ 2 വർഷമായിട്ട് 2022 ഏപ്രിൽ മുതൽ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിലൊക്കെ നമുക്ക് ബിടെക് MBA കഴിഞ്ഞ കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് അവരെ നമ്മൾ നമ്മൾ എന്റർപ്രണർ ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയും, നേരത്തെ ഞങ്ങൾ ഇന്റേൺസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സംരംഭകരെ സഹായിക്കുവാനായിട്ട് ഒരു ഹെൽപ്പ് ഡെസ്ക് തന്നെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഉണ്ട്, പഞ്ചായത്തുകളിലുണ്ട്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്.
ഇപ്പം ഞാൻ സാറ് പറഞ്ഞ പോലെ കുറെ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അതുപോലെ ഒരുപാട് ആർട്ടിക്കിൾ എഴുതാറുണ്ട്. വ്യവസായ സംരംഭത്തെ പറ്റി, കരിയറിനെ പറ്റി കരിയർ ക്ലാസ് ഇഷ്ടംപോലെ എടുക്കാറുണ്ട്. ഒരു 400ഓളം ആർട്ടിക്കിൾ വിവിധ കോഴ്സുകളെ പറ്റി, വിവിധ സ്ഥാപനങ്ങളെ പറ്റി എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് ഒരു കാലത്ത് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അത് പറഞ്ഞു ചെല്ലുമായിരുന്നു. നേരം വിളിക്കുമ്പോൾ ഒരു 1000-1500 പേരിലേക്ക് ഡെയിലി ഈ ആർട്ടിക്കിൾ എത്തുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ചു കാലമായിട്ട് വല്ലപ്പോഴൊക്കെ എഴുതാറുണ്ട്, സമയം കിട്ടുന്നില്ല. പക്ഷെ അങ്ങനെയല്ല, എല്ലാ ദിവസവും ആർട്ടിക്കിൾ ചെല്ലുന്നൊരു സമയം ഉണ്ടായിരുന്നു. അതുവഴി എനിക്ക് ഒരുപാട് ബന്ധങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇനി അത് രണ്ടാമത് മറ്റൊന്ന് വെച്ചാൽ സംരംഭത്തിന്റെ വിവിധ തലങ്ങൾ നമ്മൾ ക്ലാസ് എടുക്കാറുണ്ട്. ഇന്നിപ്പോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സംരംഭന്റെ ലോണോ ലൈസൻസോ സബ്സിഡി സ്കീമോ ഒന്നുമല്ല. ഒരു സംരംഭകനാകേണ്ടതിന്റെ ആവശ്യകതയും, അല്ലെങ്കിൽ എങ്ങനെയുള്ളവരാണ് സംരംഭകരാകണം, എന്തുകൊണ്ട് നമ്മൾ സംരംഭകരാകണം, ആ ചോദ്യത്തിന്റെ ഉത്തരം. പിന്നെ മറ്റത് സംരംഭകരാകാനുള്ള സ്റ്റെപ്പ്, അത് എവിടെ തുടങ്ങണം. പലർക്കും ആകണമെന്നൊരു താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷെ എവിടെ തുടങ്ങണം, എങ്ങനെ അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആയിരിക്കും ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്തത്. സമയം വെച്ചാൽ, അല്ലെങ്കിൽ പിന്നീട് ടൈം കിട്ടിക്കഴിഞ്ഞാൽ മറ്റു സംഭവങ്ങളിലേക്ക് നമുക്ക് കടക്കാം. കാരണം ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. സംരംഭത്തെ പറ്റി സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരിയേറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സോ നമുക്കൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ്, എങ്ങനെ എവിടെ തുടങ്ങാം. ബട്ട് ബിഫോർ ദാറ്റ്, എന്തുകൊണ്ട് ഞാൻ ഒരു സംരംഭകനായി മാറണം, അതാണ് നമ്മൾ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് ഈ കാര്യത്തിനൊന്ന് റെസ്പോണ്ട് ചെയ്യണം. നോക്കുക, ഞാൻ എപ്പോഴും പറയാറുണ്ട്, മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പുകളുടെ റിസൾട്ടാണ്. അല്ലെ? ഇന്നൊക്കെ ഞാനും നിങ്ങളും ആയിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ എത്താനുള്ള റീസൺ, ഇന്നലകളിൽ എപ്പോഴും നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങളുടെ റിസൾട്ടാണ് നമ്മളെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നാളെ നമ്മൾ ആരായി തീരണം, എന്തായി തീരണം എന്നത് ബേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ. പക്ഷേ മനുഷ്യ ജീവിതത്തിൽ തീരുമാനമെടുക്കുവാൻ കഴിയാത്തതായ പരമപ്രധാനമായ 3 കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ചൂണ്ടിക്കാണിച്ചു തരാം. ഇത് 3 സ്വന്തമായിട്ട് തിരഞ്ഞെടുത്തവർ ആരെങ്കിലും ഉണ്ടോ? ഒന്ന്, പിറന്നു വീണ കുടുംബം, സ്വന്തം കുടുംബം. ഞാൻ ഇന്ന കുടുംബത്തിലാണ് പിറക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് ലോകത്ത് ആർക്കും തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പിറക്കാൻ പറ്റത്തില്ല. 2, നമ്മുടെ പേരൻസിനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല, തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. 3ാമത്തത്, നമ്മുടെ പേര്, അത് മാറ്റാൻ പറ്റിയേക്കും, പക്ഷെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളെ ലോകത്തിൽ ഒരു മനുഷ്യന് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. നമ്മൾ നിസ്സഹായനായി പോകുന്ന 3 പോയിന്റാണ്. എന്നാൽ ഒരു മനുഷ്യന് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന പരമപ്രധാനമായ 2 കാര്യങ്ങളുണ്ട്. അത് ഇതാണ്: നമ്മുടെ കരിയർ, നമ്മുടെ ലൈഫ് പാർട്ട്ണർ. ഞാൻ സ്റ്റുഡൻസിനോട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഇതിനൊരു ഓർഡർ ഉണ്ട് പിള്ളേരെ. ഏതാണ്? ആദ്യം ലൈഫ് പാർട്ട്ണറാണോ, ആദ്യം കരിയറാണോ? അപ്പം മിക്കവരും തന്നെ പറയും ആദ്യം കരിയറാണ്. ഞാൻ പറയാറുണ്ട്, ഒരു പരിധി വരെ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആരാണെന്ന് തീരുമാനിക്കപ്പെടുന്നത് നിങ്ങളുടെ കരിയർ എന്താണ് എന്നതിന്റെ ബേസിലാണ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സെലക്ട് എ കരിയർ. അപ്പൊ ആ ഒരു കരിയർ ഇനിയുള്ള കാലത്ത് ഒരു സംരംഭകനായി ജീവിക്കേണ്ടത് എന്തിനു വേണ്ടി, അതല്ലെങ്കിൽ എന്താണ് കാരണം, എന്തുകൊണ്ട് എന്നാണ് ഇനി ഞാൻ പറയാം. നോക്കുക, ഇതൊന്നും രണ്ട് മറുപടി പറയണേ. ഈ കാർ ഏതാണെന്ന് ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? BMW. വെരി ഗുഡ്. ഈ ഒരു ബിൽഡിംഗ് എന്താണെന്ന് പറയാം? ഇത് സച്ചിന്റെ വീടാണ്, അംബാനിയുടെ വീടാണ്. വെരി ഗുഡ് സാർ. മുകേഷ് അംബാനിയുടെ വീടാണ്. അന്റിൽ വീടിന്റെ പേര്. ഞാൻ ഇത്രയൊന്നും പറയുന്നില്ല. വീട് വിട്ട് ഞാൻ കാറ് പറയാം. ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, ഞങ്ങളെ പോലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ ആരെങ്കിലും BMW ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന് പോകണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ആപ്പാട് ഒരു പ്രാവശ്യം ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന് പോയിട്ടുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കാറ്. അന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ട് BMW കയറുന്നത്. പക്ഷെ അദ്ദേഹം ഒരു സംരംഭകനാണ്. പക്ഷെ ഇതുപോലത്തെ കാറുകൾ ഓടിയൊക്കെ ഇതുവരെ ഓടുന്നു. ഇന്ന് ഞാനൊരു സ്ഥാപനത്തിൽ പോയി, അദ്ദേഹത്തെ ഈയിടെ വാങ്ങിച്ചൊരു കാറിന്റെ വില 1.3 crore. അദ്ദേഹം ഒരു സംരംഭകനാണ്. കോട്ടയത്താണ് കേട്ടോ, വേറെ ദൂരെയൊന്നുമല്ല, കോട്ടയത്താണ്. 1.3 crore ഓൾവോയാണ്. ഒരു 4-5 മാസം മേടിച്ചതാണ്. മണ്ണാർക്കാടുകാരനാണ്. അപ്പൊ ഇദ്ദേഹം, ഞാൻ പറഞ്ഞത്, ഇതുപോലത്തെ വീട്, ഇത് വിട്ടേക്ക്, ഈ വീട് എത്ര വലിയ വീടൊന്നും വേണ്ട, ഒരു 4500-5000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീട് വീട്ടുകാരുണ്ടാക്കിയതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സ്വന്തം ജോലി കൊണ്ട് ഉണ്ടാക്കിയതായ എത്ര സർക്കാർ ഉദ്യോഗസ്ഥർ നമുക്ക് കാണാൻ പറ്റും?
സ്വന്തമായിട്ട് സ്ഥലം മേടിച്ച് വീട് വെക്കുന്ന കാര്യം എനിക്ക് പറഞ്ഞത് പറ്റത്തില്ല. അപ്പം നമ്മൾ സേഫാണ് ഒരു പരിധി, പക്ഷേ എങ്കിൽ നമ്മൾ വലിയ സംഭവമായിട്ട് മലയാളികൾ കാണുന്ന ഒരു സംഭവം ഗവൺമെന്റ് ഉദ്യോഗം എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു എക്കണോമിക് പരിധി പറയുന്നത്, അതായത് നിങ്ങൾക്കൊരു വ്യക്തിപരമായ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് പോകണമെന്ന് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കേണ്ട വഴി സംരംഭത്തിന്റെ വഴിയാണ്, ഒരിക്കലും ജോലിയുടെ വഴിയല്ല. അത് കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ പറയാം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ രണ്ടുപേരെ അറിയാമോ? ഇതാണ് എന്റെ ചോദ്യം. ഒന്ന് പറയാമോ? ആദ്യത്തെ ആളെ അറിയാമായിരിക്കുമല്ലോ, ആർക്കെങ്കിലും പറയാമോ? ചിറ്റിലപ്പള്ളി. വെരി ഗുഡ് സാർ. രണ്ടാമത്തെ ആള്? രണ്ടാമത്തെ ആളാരാ? അറിയില്ല. ശരി, ഞാൻ ഒരു കാര്യം പറയുമ്പോൾ മനസ്സിലാവും. ഞാൻ ഒരു 5-8 കൊല്ലം കഴിയുമ്പോൾ റിട്ടയർഡ് ആവും, ഇപ്പോഴത്തെ സർക്കാരിന്റെ കണക്കനുസരിച്ച്. എനിക്ക് 2 പിള്ളേരുണ്ട്. ഞാൻ റിട്ടയർഡ് ആകുന്നതിന്റെ തലേ ദിവസം ഈ പിള്ളേരെ വിളിച്ചിട്ട്, മക്കളെ നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു കാര്യം ചെയ്യും, 2 പേർക്ക് ഒരാൾക്ക് ഒരു ചാൻസ് തരാം. പപ്പ നാളെ റിട്ടയർഡ് ആകുക, നാളെ മുതൽ എൻ്റെ മക്കള് താല്പര്യം എൻ്റെ സീറ്റിൽ വന്നിട്ട് ജോലി തുടങ്ങിക്കുമെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പിന്നെ പറ്റത്തില്ല അല്ലെ. അതിപ്പോ ചീഫ് സെക്രട്ടറി ആണെങ്കിലും പറ്റത്തില്ല. ക്യാബിനറ്റ് സെക്രട്ടറി, ഒരു IAS ഓഫീസർക്ക് ഇന്ത്യയിൽ എത്തിപ്പെടാൻ പറ്റിയ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പദവിയാ ക്യാബിനറ്റ് സെക്രട്ടറി. അദ്ദേഹത്തിന് പറയാൻ പറ്റത്തില്ല. നമുക്ക് കോർപ്പറേറ്റിലേക്ക് നോക്കാം. ONGCയുടെ ചെയർമാൻ, വലിയ കമ്പനിയുടെ ചെയർമാൻ, അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. ഇനി നമുക്ക് അടുത്ത മേഖല ഒന്ന് പോകാം. ഞാൻ ആദ്യം പറഞ്ഞത് സർവീസാ പറഞ്ഞു, ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ ക്യാബിനറ്റ് സെക്രട്ടറി. മൂന്നാമത്തെ നമ്മൾ ISR നോക്കാം, റിസർച്ച് മേഖലയല്ലേ. ISRയുടെ ചെയർമാൻ പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇത് പറയാൻ വരുന്ന ലോകത്ത് ഒരു പ്രൊഫഷനേ ഉള്ളൂ, എന്റർപ്രണർ, സംരംഭകൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, സംരംഭകത്വം എന്ന് പറയുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് വേണ്ടി കൂടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇനി പറയാമോ സാറേ ഇദ്ദേഹം ആരാണ്? അദ്ദേഹത്തിന്റെ മകനായി. വെരി ഗുഡ്, മിഥുൻ ചിറ്റിലപ്പള്ളി. നമുക്കറിയാം ചിറ്റിലപ്പള്ളി സാർ ഇന്നിപ്പം വലിയ പറന്ന് കിടന്ന ഒരു സോഷ്യൽ എന്റർപ്രണർ ഒക്കെ ആയിട്ട് ഓരോ പരിപാടിയൊക്കെ നടക്കുക. അദ്ദേഹത്തിന്റെ മക്കളുണ്ട്, വേറൊരു മകനും കൂടെ ഉണ്ട്, അരുൺ എന്ന് പറഞ്ഞാൽ. ഇവർ രണ്ടുപേരാണ് ഈ ബിസിനസ് സാമ്രാജ്യം വളർത്തിക്കൊണ്ട് പോകുന്നത്. കാരണം ഒരു 10-36 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒരു ജോലി വേണ്ട എന്ന് പറഞ്ഞ് ഉള്ള ജോലിയും കളഞ്ഞിട്ട്, അന്നത്തെ ഒരു MSc-കാരൻ, ചെറുപ്പക്കാരൻ, തന്റെ അച്ഛൻ കൊടുത്ത 10,000 രൂപയായിട്ട് വീടിന്റെ കാർ ഷെഡില് അന്നേ വരെ കേരളം കാണാത്തൊരു പ്രോഡക്റ്റ്, സ്റ്റേബിലൈസർ എന്നൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് തന്റെ ലാംബി സ്കൂട്ടറിന്റെ പിറകിൽ വെച്ച് കെട്ടി വീടുകൾ കടകൾ കയറി ഇറങ്ങിയാണ് കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി ഇന്നത്തെ ചിറ്റിലപ്പള്ളിയായി മാറിയത്. അപ്പൊ ഞാൻ എപ്പോഴും എല്ലാവരും പറയാറുണ്ട്, ഒരിക്കലും നിങ്ങളുടെ എന്താ പറയണേ, എല്ലാ പണിയും നഷ്ടപ്പെട്ടവരുടെ അല്ലെങ്കിൽ ഒരു ജോലിയും കിട്ടാത്തവരുടെ അവസാനത്തെ അത്താണിയായിട്ട് സംരംഭത്തെ കാണുക. അതിനേക്കാൾ മൂല്യമുണ്ട്. അത് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ചിറ്റിലപ്പള്ളി സാർ എന്ന് പറയുന്നത്. ഒരു ജോലി കിട്ടാഞ്ഞിട്ടല്ല. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് സംരംഭത്തിലേക്ക്. കാരണം ഞങ്ങൾ ഒരുപാട് പേര് നിരവധി കാണുന്നതാണ്. ഒരു 10 സംരംഭത്തിന് പ്രായമില്ല എങ്കിൽ പോലും ഒരു 45-50 വയസ്സ് കഴിയുമ്പോൾ PSCയും കിട്ടിയിട്ടുള്ള, UPSCയും കിട്ടിയിട്ടുണ്ടാവില്ല, ബാങ്കിങ് കിട്ടിയിട്ടുണ്ടാവില്ല, ഒരു പ്രൈവറ്റ് പണിക്ക് പോലും ജോലി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്തവര് അവസാനം വന്നിട്ട് സാറ് വല്ല സ്കീമുണ്ടോ വല്ല സബ്സിഡി ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്നത് ഒരു ഡെയിലി ഒരു 3-4 പേരെ നമ്മൾ കാണുന്നു. അങ്ങനെയുള്ളവരല്ല ശരിക്കും ഇതിനകത്തേക്ക് വരേണ്ടത്. ഞാൻ അങ്ങനെ തന്നെ പറയുക. കാരണം ഞാൻ പറഞ്ഞില്ല, അവസാനം എല്ലാ പണിയും പോയാൽ പിന്നെ എന്തെങ്കിലും സംരംഭം കിട്ടുമോ? അവർക്ക് സസ്റ്റെയിൻ ചെയ്തില്ല. പക്ഷേ മറിച്ച് എനിക്കൊരു സംരംഭകരാകണം, ഒരുപാട് കഴിവുണ്ട്, അങ്ങോട്ടൊന്നും പോകുന്നില്ല, സംരംഭം ഒത്തിരിയുള്ള ഒരുപാട് കഴിവുകൾ ഉണ്ട്, അത് അവിടെയാണ് സംരംഭകരാകേണ്ടത്. ഇനി മൂന്നാമത്തെ ഒരു സംഭവം നോക്കി, മൂന്നാമത്തെ പോയിന്റ്, അപ്പൊ 2 പോയിന്റ് ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ പോയിന്റ്, നമുക്കറിയാം നമ്മുടെ നാട്ടില് ഒരു കുറേയേറെ ഒരു കൊപ്ര കച്ചവടക്കാരുണ്ടെന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റ് കൊപ്രയാണ്, കർഷകനാണ്. രണ്ടാമത്തെ ആള് അരി അല്ലെങ്കിൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകനാണ്, അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റ് നെല്ലാണ്. മൂന്നാമത്തെ ആൾക്കൊരു അരിയും നെല്ലും ഒക്കെ പൊടിക്കുന്ന, ഗോതമ്പും ഒക്കെ പൊടിക്കുന്ന മില്ലുണ്ട്. മൂന്നായി. നാലാമത്തെ ആൾ എണ്ണ ആട്ടുന്ന ഒരു മില്ലുണ്ട്, എണ്ണയാട്ടുന്ന ഒരു മില്ലുണ്ട്. അഞ്ചാമത്തെ ആളൊരു പലഹാര കച്ചവടം. നോക്കുക, കൊപ്ര, അരി പൊടിക്കുന്ന മില്ല്, എണ്ണയാട്ടുന്ന മില്ല്, അഞ്ചാമത്തെ പലഹാരം. ഈ 5 പേരും ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിലാണ്. നിങ്ങൾ അങ്ങ് സങ്കല്പിക്കുക. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, അഞ്ചാമത്തെ ആള് എവിടെ നിന്നാണ് അരി മേടിക്കുന്നത്? ഞാൻ ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്ന് അരി എണ്ണയൊക്കെ മേടിച്ചാൽ പലഹാരമൊക്കെ ഉണ്ടാക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ബിസിനസ് അങ്ങ് ഡെവലപ്പ് ആവുക, എക്സ്പോർട്ട് ചെയ്യുന്നു, ഒരുപാട് വലിയതായിട്ട് ഡെവലപ്പ് ചെയ്ത് പോയാൽ ഹൗ ഡസ് ഇറ്റ് അഫക്ട് ദ റിമൈനിങ് 4? ഇസ് ഇറ്റ് പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി? വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ? പറയുന്നത് മനസ്സിലായോ? അഞ്ചാമത്തെ ആളുടെ ബിസിനസ് ഫ്ലറിഷ് ആയാൽ
ഡെവലപ്പ് ആയാൽ അത് ബാക്കി 4 പേരുടെ ബിസിനസ്സിനെ പോസിറ്റീവായിട്ട് ബാധിക്കുമോ നെഗറ്റീവായിട്ട് ബാധിക്കും? പോസിറ്റീവായിട്ട് ബാധിക്കും. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ബാധിക്കും അല്ലേ? ദാറ്റ് മീൻസ് നമ്മുടെ നാടിന്റെ സോഷ്യൽ, ഇക്കോണോമിക്കൽ, കൾച്ചറൽ ഡെവലപ്മെന്റ് ആണ് ഒരു സംരംഭത്തിലൂടെ സാധ്യമാകുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട്. വലിയ വലിയ സംരംഭങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ കുഞ്ഞു സംരംഭങ്ങളൊക്കെ അതൊക്കെ വന്നോളും അല്ലെ. മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയാൽ മതി ഗവൺമെന്റ്, ബാക്കി മെഡിക്കൽ സ്റ്റോർ ആമ്പിളാർ വേറെ ഉണ്ടാക്കിക്കോളും. നമ്മളുടെ മെഡിക്കൽ സ്റ്റോറിന് വേണ്ടിയിട്ട് അങ്ങ് വലിയ ഇതാവണ്ട. നിങ്ങൾ പാലക്കാട് ഒന്ന് പോയി നോക്കിക്കേ, കഞ്ചിക്കോട് വ്യവസായ എസ്റ്റേറ്റുകളുണ്ട്, 2 എസ്റ്റേറ്റുകളുണ്ട്. അവിടെ മലബാർ സിമെന്റ്സ്, ഞാൻ മലബാർ സിമെന്റ്സിൽ പോയിട്ടുണ്ട്. അവരുടെ ആ പാറ പൊടിച്ച് സിമെന്റ് എടുക്കുന്ന അവിടെ വരെയൊക്കെ പോയിട്ടുണ്ട്, ഒരു വനത്തിനകത്ത്. അതുപോലെ ബ്രൊക്കേഡ് പ്ലാസ്റ്റിക് ഒരു സ്ഥാപനമുണ്ട്, അവരുടെ പ്രൊഡക്റ്റ് ചാക്ക്. ഈ മലബാർ സിമെന്റ്സിനും കേരള സപ്ലൈകോയ്ക്കും ചാക്ക് ഉണ്ടാക്കുന്ന ഇവരാ, ഈ ബ്രൊക്കേഡ് വലിയ യൂണിറ്റ് ആട്ടോ. അപ്പോ ഇതിന് നമ്മൾ ആൻസിലറി യൂണിറ്റ് എന്ന് പറയും. അതായത് ഒരു സ്ഥാപനത്തിന്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന യൂണിറ്റുകൾ ആൻസിലറി യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു സംരംഭം ആശയം കണ്ടുപിടിക്കാൻ ഒരു മാർഗ്ഗമാണ്. അപ്പം ബ്രൊക്കേഡ് പ്ലാസ്റ്റിക്കിന്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് മലബാർ സിമെന്റ്സ് എന്ന് പറഞ്ഞ് ഇനി ഇവർക്ക് 2 പേർക്കും പല സാധനങ്ങൾ കൊടുക്കുന്ന കുറെ ഇൻഡസ്ട്രി വേറെ അവിടെ ഉണ്ടാവും. അതാണ് ഒരു സംരംഭത്തിന് പ്രത്യേകത. ഒരു വലിയ സംരംഭം എന്നാൽ ചുറ്റും ഒരുപാട് അല്ലെ. നമുക്കറിയാം, ഈ തമാശക്കായിട്ട് പോലെ പറയാം, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ബാർ നിരോധിച്ചു. മദ്യമല്ല നിരോധിച്ചത്, ഓർക്കണമേ, ബാറാണ്. മദ്യം ഇരുന്ന് കുടിക്കാനുള്ള പ്ലേസ് ആണ് നിരോധിച്ചത്, മദ്യമല്ല. മദ്യനിരോധനമല്ല സംഭവിച്ചത്. മദ്യനിരോധനമായിരുന്നെങ്കിൽ തകർക്കേണ്ടത്, കൂട്ടേണ്ടത് ഡിസ്റ്റിലറി ആയിരുന്നു. ഇപ്പൊ ബാറാ നിരോധിച്ചത്. സംഭവിച്ചത് എന്താണ്? ബാറിൽ വ്യവസായ ഓഫീസർ രീതി ഞാൻ പറയാം, പേഴ്സണൽ അല്ല, ബിക്കോസ് ഞാൻ മദ്യപിക്കില്ല. ഇതെന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ നഷ്ടം ഉണ്ടായി? ബാറിൽ അച്ചാർ വിറ്റവര്, ബാറിൽ സോഡ വിറ്റവര് അല്ലെ, ബാറിൽ ടച്ചിങ്സ് വിറ്റവര്, ഇങ്ങനെ അവരുണ്ട്. അവസാനം വന്ന് ഒരു 2 മണി 3 മണി ചില ചേട്ടന്മാരെയൊക്കെ സ്ഥിരം എടുത്ത് വീട്ടിൽ കൊണ്ട് ഓട്ടോക്കാർ പോലെ ഉണ്ട്. അവരുടെ ഒരു പണിക്ക് പ്രശ്നമുണ്ട്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ബിസിനസ്സുകളെല്ലാം കണക്റ്റഡ്. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് വ്യക്തിപരമായ ഒരു സാമ്പത്തിക ഫ്രീഡത്തിലേക്ക് പോകണമെങ്കിൽ, 2 നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് ആഗ്രഹിക്കുന്നെങ്കിൽ, 3 നാടിന്റെ സോഷ്യൽ, കൾച്ചറൽ, എക്കണോമിക്കൽ ഡെവലപ്മെന്റ് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട പാത്ത് സംരംഭത്തിന്റെ പാത്ത് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗത്തോട്ട് പോകും. നോക്കുക, പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് കഴിവുകൾ സംരംഭത്തിന് വേണം. ഒരുപാട് എണ്ണമുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവ്, ഇതില്ലെങ്കിൽ നമ്മൾ എങ്ങനെ എത്തൂല. ഈ കഴിവിന്റെ പേരാണ് ഗോൾ സെറ്റ് ചെയ്യുക. ഇതിനെപ്പറ്റി പറയാൻ ഒരുപാടുണ്ട്, പറയുന്നില്ല. ഞാൻ എന്താ ഒരു 6 കാര്യം ജസ്റ്റ് പറയാം. കാരണം ഗോളുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തെ ജനങ്ങളെ നമുക്ക് 6 ഗ്രൂപ്പായിട്ട് തിരിക്കാം. ഒന്നാമത്തെ കൂട്ടരെ സംബന്ധിച്ച് ദർ ഇസ് നോ ഗോൾ. അവരുടെ ജീവിതത്തിൽ യാതൊരു ലക്ഷ്യം ഉണ്ടാകത്തില്ല. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയത്തില്ല. മൂന്നാമത്തെ അറിയത്തില്ല. രണ്ടാമത്തെ കൂട്ടർക്ക് ഗോൾ ഉണ്ട്, പക്ഷെ അവർക്ക് അറിയില്ല ഹൗ ടു അച്ചീവ് ദിയർ ഗോൾ, എങ്ങനെ നേടിയെടുക്കണമെന്ന് അറിയത്തില്ല. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അവർക്ക് പാത്ത് അറിയത്തില്ല. മൂന്നാമത്തെ ആൾക്കാർക്ക് സംബന്ധിച്ച് ഗോൾ ഉണ്ട്, പക്ഷെ അവർ നേടാനൊക്കെ അവർക്ക് അറിയാം, പക്ഷെ അവർ ഒരിക്കലും വർക്ക് ചെയ്യത്തില്ല. എത്ര പുസ്തകം വെള്ളം പിടിച്ചാലും അലമാര വയ്ക്കും, ഒറ്റ എണ്ണം പോലും നിർമ്മാനിക്കത്തില്ല. നാലാമത്തെ കൂട്ടരെ സംബന്ധിച്ച് അവർ ഈസിലി ഇൻഫ്ലുവൻസ് ബൈ അതേഴ്സ്. അവർ തുടങ്ങും, പകുതിയിലും ആരെങ്കിലും പറയും, എടാ നീ എന്ത് മണ്ടനാണ്, കേരളത്തിൽ എന്തിനാണ് ബിസിനസ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അവർ അടുത്ത മണിക്ക് പോകും. ഇതാണ് ആൾക്കാർ. അല്ലെ ഇത് തന്നെ വേറെ ചെയ്ത് തുടങ്ങുന്നത് അടുത്ത മണിക്ക്. അഞ്ചാമത്തെ കൂട്ടർക്ക് ഗോളുണ്ട്, അവരെത്തും, പക്ഷെ അവരെത്തിയാൽ അവിടെ തന്നെ നിൽക്കും, മുമ്പോട്ട് പോകത്തേയില്ല. നമുക്കറിയാം, കൂട്ടത്തിലുള്ള ഫ്രണ്ട്സ് ഒക്കെ MD-യും MS-ഉം MCH ഒക്കെ എടുത്തു പോയാലും MBBS കൊണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാർ നമ്മൾ കാണാറുണ്ട്. അവർ ഈ ഒരു കൂട്ടത്തിൽപ്പെട്ടവരാണ്. എന്നാൽ 6ാമത്തെ ഒരു കൂട്ടരുണ്ട്, അവരുടെ മുമ്പിൽ ഒരിക്കലും ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവില്ല, ഓൺലി കോമാസ് എന്ന് പറഞ്ഞാൽ അവരൊരു ഗോള് സെറ്റ് ചെയ്യും. ആ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഗോള് സെറ്റ് ചെയ്യും. അതങ്ങനെ അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരാളുടെ ഉദാഹരണം പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, 36-37 വർഷങ്ങൾക്ക് മുമ്പ് ജ്യോതിസ് കൂട്ടുന്ന ജ്യോതി ലാബൻ അന്ന് റെഡിയൊക്കെ ഉള്ളൂ. ജ്യോതിസ് കൂട്ടുന്ന ജ്യോതി ലാബിന്റെ ഉൽപ്പന്നമാണ് ഉജാല കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലേക്ക് ഉജാല എന്ന് പറയുന്ന പുതിയൊരു പ്രോഡക്റ്റ് അവതരിപ്പിച്ചതായ നമ്മുടെ ഉജാല രാമചന്ദ്രൻ ചേട്ടന് ഇന്ന് 20ഓളം പ്രോഡക്റ്റുകളുണ്ട്. അത് അംബർല ബ്രാൻഡ് അല്ല, സ്റ്റാൻഡ് അലോൺ ബ്രാൻഡ് ആയതുകൊണ്ടാണ് നമുക്കത് അറിയില്ലാതെ പോകുന്നത്. എക്സോ ഡിഷ് വാഷ് ബാർ ഒക്കെ അവരുടെ പ്രോഡക്റ്റുകളാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്നില്ല, ചിത്രപ്പള്ളി സ്റ്റേബിലൈസറിൽ നിന്നില്ല. എത്രയോ ബിസിനസ് സംരംഭങ്ങളുണ്ട്. നിങ്ങളുടെ സക്സസ്ഫുൾ ഏതൊരു സംരംഭം എടുത്ത് നോക്കൂ, അവരൊരിക്കലും അവരുടെ ആ ഒരു ഇതിൽ സാറ്റിസ്ഫൈ ആകുന്നവരല്ല. അവർ സാറ്റിസ്ഫൈ ആയാൽ അടുത്ത ഗോൾ ഇട്ട് അവർ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരാണ് റിയൽ ആയിട്ട് ഈ സംരംഭകത്വ മേഖലയിലേക്ക് വരേണ്ടത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നോക്കുക, ഇത് ഞാൻ പെട്ടെന്ന് എടുക്കുന്നില്ല. നോക്കുക, ഒരു കാര്യം പറയാം. ഒരു മനുഷ്യന് ലോകത്ത് വരുമാനം ഉണ്ടാക്കാൻ 4 മാർഗമുണ്ട്. ഒന്നാമത്, എവിടെയെങ്കിലും എംപ്ലോയി ആയിരിക്കണം. എന്നെ പോലെ, സാബു സാറിനെ പോലെയൊക്കെ എംപ്ലോയി. അത് ഗവൺമെന്റ് ആയാലും പ്രൈവറ്റ് ആയാലും ഒരു കാര്യം ഓർക്കണം, എംപ്ലോയി എന്ന് പറയുന്നതാണ് പീപ്പിൾ ഹു വർക്ക് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാ.
അല്ലെ? ഞാനിപ്പോ രാത്രി ഇവിടെ ഇരുന്ന് കുറെ പേർ നാട്ടുകാർക്ക് സംരംഭം പറഞ്ഞു കൊടുക്കുന്നു എന്ന് പറഞ്ഞ് സർക്കാർ എനിക്ക് പൈസ ഒന്നും കൂട്ടി തരത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വർക്കിംഗ് ടൈം ഉണ്ട്, നമുക്കൊരു ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ഒരു ജോലി നമുക്ക് ചെയ്യേണ്ടതായ ഒരു നമുക്ക് കിട്ടേണ്ട ഒരു റെമ്യൂണറേഷൻ ഉണ്ട്. ഇതെല്ലാം തീരുമാനിക്കുന്ന നമ്മളല്ല. ദാറ്റ് ഇസ് എംപ്ലോയ്, ദാറ്റ് ഇസ് എ ലിമിറ്റേഷൻ ഓഫ് എംപ്ലോയ്. രണ്ടാമത്തെ ആള് സെൽഫ് എംപ്ലോയ്. സെൽഫ് എംപ്ലോയ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിന് മുമ്പിൽ ഓട്ടോ ഓടിക്കുന്ന ഒരു ചേട്ടൻ മുതൽ ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങൾ ചാർജ് ചെയ്യുന്ന സുപ്രീം കോടതിയിൽ വക്കീലന്മാർ വരെ ഈ ശ്രേണിയിൽ വരുമാണ് സെൽഫ് എംപ്ലോയ്. എന്താ കാര്യം? അവരുടെ ശമ്പളം തീരുമാനിക്കുന്നവരാണ്, അവരുടെ വർക്കിംഗ് ടൈം തീരുമാനിക്കുന്നവരാണ്, അവർ എന്ത് ചെയ്യണമെന്ന് ചെയ്യണ്ടെന്ന് തീരുമാനിക്കുന്നവരാണ്. അല്ലേ? നമ്മൾ ഓട്ടോയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓട്ടോക്കാരൻ പറയും, അയ്യോ സാറേ ഇന്ന് എനിക്ക് വരാൻ പറ്റത്തില്ല കേട്ടോ, ഇപ്പം ഞാൻ ഓട്ടത്തില്ല എന്ന് പറയും. കൊണ്ടിറക്കുമ്പോൾ നമ്മളാ പറയും ചോദിക്കുന്നത് എത്ര രൂപയാ, അവർ പറയും നമ്മൾ റേറ്റ് കൊടുക്കും, ചിലപ്പോൾ നമ്മൾ കൊടുക്കാം. ഇതാണ് സെൽഫ് എംപ്ലോയ്. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പാണ് ബിസിനസ് ഓണർ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ബിസിനസ്സുകാരെന്ന് പറയുന്നത് സെൽഫ് എംപ്ലോയി ആണ്. അങ്ങനെയല്ല. ബിസിനസ് ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ഞാനൊരു 2 years ബാക്ക് ഗുജറാത്തില് അഹമ്മദാബാദിൽ ട്രെയിനിങ്ങിന് വിട്ടു. രണ്ടാമത്തെ പ്രാവശ്യമാണ് പോയ സമയത്ത് എൻ്റെ കൂടെ എഞ്ചിനീയറിംഗ് പഠിച്ചത് സഞ്ജു ഉണ്ട്, കൊല്ലം DKM പഠിച്ചാണ്. അപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സാണ്. പക്ഷെ ഞങ്ങൾ 10-25 വർഷമായി. അവനവിടെ ഗുജറാത്തിൽ ബറോഡയിൽ റിലയൻസിന്റെ പ്ലാന്റിലാണ് വർക്ക് ചെയ്യുന്നത്, നല്ല പൊസിഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ദിവസം ഞങ്ങൾ ഇവരെ കൊണ്ടുപോയിട്ട് നമ്മുടെ ആ ഏകതാ പ്രതിമയില്ലേ, നിങ്ങൾ അറിയാലോ, മറ്റേ ആരുടെയാ, വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. അത് വലിയൊരു സംരംഭത്താണ്, പറയാൻ ഒത്തിരി ഉണ്ട്. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറിന് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടാൽ മനസ്സിലാവും അതെന്താണെന്നുള്ള കാര്യം. ആ പ്രതിമ കാണാൻ പോയി. പ്രതിമ കണ്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത്, പ്രതിമയുടെ അകത്തേക്ക് കയറിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ആ നൈറ്റിൽ എൻ്റെ ഫ്രണ്ടിനെ വീട്ടിൽ അവന്റെ ഫ്ലാറ്റിൽ ചെന്ന് നമ്മൾ തങ്ങി. പിറ്റേ ദിവസം ഞാനിങ്ങനെ അവന്റെ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്തു. ഞാൻ അവരോട് ചോദിച്ചാ, നീ 10-15-16 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ, ഇന്നെങ്കിൽ പറയുന്നത് നീ എത്ര നാൾ നേരം മുകേഷ് അംബാനിയെ കണ്ടിട്ടുണ്ട്? ഞാൻ പറയണ ഞാൻ ആകപ്പാട് ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, അങ്ങനെ എനിക്കൊരു പ്രാവശ്യം വന്നിട്ടുണ്ട്. എന്തായാലും ആവശ്യമുണ്ട്, ഒരു CEO ഉണ്ട്, അദ്ദേഹം ഹെലികോപ്റ്റർ വരും, മീറ്റിംഗ് കഴിഞ്ഞ് പുള്ളി ഹെലികോപ്റ്റർ തിരിച്ചു പോകും എന്ന് പറഞ്ഞാൽ 10-17 വർഷമായിട്ട് മുകേഷ് അംബാനി ബറോഡയിലെ പ്ലാന്റ് കണ്ടിട്ടില്ല എന്ന്. എന്താ സംഭവം? അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ നിന്നുള്ള വരുമാനത്തിന് വല്ല കുറവുണ്ടാവോ? ഒരിക്കലും ഇല്ല. ഇതാണ് റിയൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ, എംപ്ലോയിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന അവരാ, സെൽഫ് എംപ്ലോയിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന അവരാ. ബിസിനസ് ഓണറിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എംപ്ലോയീസ് ആണ് വർക്ക് ചെയ്യുന്നത്. ഏതൊരു സക്സസ്ഫുൾ ബിസിനസ്സുകാരൻ, ഒരു 5-6 നല്ല ബിസിനസ്സുകാരൊക്കെ പറയുന്ന 5, 6, 8 അല്ലെങ്കിൽ 10 വരെ എംപ്ലോയി ഒക്കെ ആയിക്കഴിഞ്ഞാൽ സിസ്റ്റം വേണം വർക്ക് ചെയ്യാനായിട്ട്. അത് വേറൊരു പോർഷനാണ്, ലേബർ മാനേജ്മെന്റ് എന്ന് പറയും, അത് വിടുന്നു. ഇനി നാലാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റർ. നമുക്കറിയാം, ഇവർ മറ്റുള്ളവരുടെ ബിസിനസ്സിൽ പണം നിക്ഷേപിച്ച് ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടി, നമ്മളെ രാജേഷ് ജിൻജിനിവാലെ പോലെ മരിച്ചുപോയി ഉള്ള ആൾക്കാർ. അങ്ങനെ ചെറുതും വലുതും ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. നോക്കുക, ഇവിടെ ഈ ആദ്യത്തെ 2 ഗ്രൂപ്പിനെ വിളിക്കുന്നത് ആക്റ്റീവ് ഇൻകം ഗ്രൂപ്പ് എന്നാണ്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ഡയറക്റ്റ് മണിയാണ്. ഇവരില്ലെങ്കിൽ പൈസ ഇല്ലാന്ന്. ഞാൻ എത്ര വലിയ എംപ്ലോയി ആണെങ്കിലും സർക്കാരായോട് കുറച്ചു നാളൊക്കെ പറഞ്ഞു നിൽക്കാം, പക്ഷേ ഒരു പരിധി വരെ ലീവ് എടുത്താൽ എൻ്റെ ശമ്പളം അങ്ങ് കട്ടാവും. പക്ഷെ 17-18 കൊല്ലമായിട്ട് റിലയൻസിന്റെ വഡോദര പ്ലാന്റ് കാണാത്ത മുകേഷ് അംബാനിക്ക് ആ പ്രശ്നമില്ല. 256 ലുലു ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഇപ്പൊ കോട്ടയത്ത് വന്നുകൊണ്ടിരിക്കുക. എല്ലാ ലുലുവിലും വർഷത്തിൽ ഒരിക്കലെങ്കിലും യൂസഫ് അലി സാറിന് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ തിരുവനന്തപുരത്തും പോയിട്ടുണ്ട്, എറണാകുളത്ത് പല പ്രാവശ്യം പോയിട്ടുണ്ട്. ആ മനുഷ്യൻ ഇന്നുവരെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. ആ മാരിയറ്റിൽ ഇദ്ദേഹത്തിന്റെ ഹോട്ടലാണ്, പോയിട്ടുണ്ട്, ഫുഡ് കഴിച്ചിട്ടുണ്ട്. പക്ഷേ അതാണ് ബിസിനസ്. അതുകൊണ്ട് ഇതിനെ രണ്ടും വിളിക്കുന്നത് പാസീവ് ഇൻകം ഗ്രൂപ്പ് എന്നാണ്. അതായത് പാസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് മണി. അപ്പൊ ഇവിടെ ആക്റ്റീവ് ഇൻകം ഗ്രൂപ്പിൽ നിന്ന് പാസീവ് ഇൻകം ഗ്രൂപ്പിലേക്ക് പോവുക എന്നൊരു സംഭവമുണ്ട്. ഒരിക്കലും നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ അതിന്റെ കാര്യം അറിയാം, ലോകത്തെ 90% ആൾക്കാരും ഈ ഗ്രൂപ്പിലാണ്. ഏത് ഗ്രൂപ്പിലാണ്? ആക്റ്റീവ് ഇൻകം ഗ്രൂപ്പിലാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പിള്ളേരെയും പറയുന്നത് എന്താ, പഠിത്തം കഴിയുമ്പോൾ പഠിക്കുക, ജോലി കിട്ടൂടാ, ജോലി പഠിക്കുക, ഇത് നമ്മൾ പറയുന്നത്. കാരണം നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്കാർ, നമുക്ക് പാസീവ് ഇൻകം ഗ്രൂപ്പിനെ അറിയത്തില്ല. നമുക്കറിയാം, പത്രത്തിലും ടിവിയും കൊണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. നമ്മുടെ റിയാലിറ്റി അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന മേഖല എന്ന് പറയുന്നത് ഇവർ മാത്രമേ ഉള്ളൂ, ഈ ആക്റ്റീവ് ഇൻകം ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്താ സംഭവം എന്ന് പറഞ്ഞാല്, ലോകത്തിലെ 90% ആൾക്കാർ ഇവിടെയാണ്, വെറും 10% ആൾക്കാർ മാത്രമേ ഈ ഗ്രൂപ്പിലുള്ളൂ. ഇവിടെ രസകരമായ കൗതുകരമായ സത്യം എന്താണെന്നറിയാമോ? ലോകത്തിലെ ധനത്തിന്റെ സമ്പത്തിന്റെ 90% ഈ 10% ആൾക്കാരുടെ കയ്യിലാണ്. അപ്പൊ ചോദ്യം ഇതാണ്, നമ്മൾ റെഡിയാണോ ആക്റ്റീവ് ഇൻകം ഗ്രൂപ്പിൽ നിന്ന് പാസീവ് ഇൻകം ഗ്രൂപ്പിൽ പോകാൻ? ഇത്തിരി കൂടെ സ്പെസിഫിക് ആയിട്ട് ഞാൻ പറഞ്ഞാൽ, ഈ എംപ്ലോയി സെൽഫ് എംപ്ലോയി കാറ്റഗറിയിൽ നിന്നും ബിസിനസ് ഓണറിലേക്ക് പോകാൻ ആർ യു റെഡി? അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ എത്താണ്, അതിന്റെ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് ഇനി ഞാൻ പറഞ്ഞുതരാം.
ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും ഞാൻ സംസാരിച്ചതിനെ പറ്റി എന്തെങ്കിലും ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം ആർക്കെങ്കിലും. ഇല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്ന നോ എന്നോ പ്രൊസീഡ് എന്നോ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പോട്ട് പോകും. സാർ ഈ സെൽഫ് എംപ്ലോയിയുടെ അതും ആക്റ്റീവ് ഇൻകം ആണോ? അതെ സാർ, എംപ്ലോയിയും സെൽഫ് എംപ്ലോയിയും ആക്റ്റീവിലാണ്, ബിസിനസ് ഓണറും ഇൻവെസ്റ്ററുമാണ് പാസീവില്. ഞാൻ ഒരു ബുക്ക് റെഫർ ചെയ്യാം, സാറിന് അറിയാമായിരിക്കും, റിച്ച് ഡാഡ് പുവർ ഡാഡ്. ഓക്കെ. ഈ കൺസെപ്റ്റ് അവിടെ നിന്ന് വരും. അതുപോലെ റിച്ച് ഡാഡ്സ് ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് എന്ന് പറഞ്ഞൊരു ബുക്ക് പറയുന്നത് മലയാളത്തിലും ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. നമ്മൾ സിസ്റ്റം ഡെവലപ്പ് ചെയ്താൽ മാത്രമേ മുന്നോട്ട്. അതെ, ചെറുകിട ബിസിനസ്സുകാരെല്ലാം കേൾക്കുന്നെങ്കിൽ നിങ്ങൾ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക, ഒരു ലേബർ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് മാറി നിൽക്കുക, സിസ്റ്റം വർക്ക് ചെയ്തു. ചെറുകിട ബിസിനസ്സുകാരെല്ലാം കേൾക്കുന്നില്ല. പക്ഷെ ഞാനിപ്പം എൻ്റെ ഫോക്കസ്, എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എനിക്കൊരു സംരംഭം ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഐ ഡോണ്ട് നോ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല, ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആരെ കാണുമെന്ന് എനിക്കറിയത്തില്ല. ഈ ടാർഗറ്റ് ഗ്രൂപ്പിൽ എന്ന രീതിയിലാണ് ഇനി ഞാൻ, ഈ ഫ്രെയിമിലാണ് ഞാൻ ഇനി സംസാരിക്കുന്നത്. ഓക്കെ അല്ലേ സാറേ? മുമ്പോട്ട് യെസ്, താങ്ക് യു സാർ. അപ്പോൾ ഇനി സംരംഭം ആരംഭിക്കാൻ ആദ്യം എന്താ വേണ്ടേ? ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്. ഞാനൊരു 5 എമ്മിനെ പറഞ്ഞുതരാം. 5 എം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എം ഏതാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ എം മണി, പൈസ. രണ്ടാമത്തെ മെൻ. മെൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനക്കാരാണ് ഞാൻ മെൻ എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. ഞാൻ മാറി നിൽക്കുക, എൻ്റെ ജീവനക്കാരെ സംരംഭം നടത്തുന്നത് മെൻ. മെൻ മണി. മൂന്നാമത്തെ മെഷീൻ. നാലാമത്തെ മെറ്റീരിയൽ, റോ മെറ്റീരിയൽ. അഞ്ചാമത്തെ മാർക്കറ്റ്, വിപണി. ഒന്നുകൂടെ പറയാം, മെൻ, മണി, മെഷീൻ, മെറ്റീരിയൽ ആൻഡ് ഫൈനലി മാർക്കറ്റ്. എല്ലാം പ്രധാനപ്പെട്ട. പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഈ 5 എമ്മിൽ ഒരു എം അങ്ങ് തരാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾക്ക് ബാക്കി 4 എമ്മും വേണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ എമ്മ് വേണോ അതൊക്കെ ഈ ഞാൻ തരുന്ന എമ്മ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സംരംഭം നടത്തും എന്ന് ഉറപ്പെങ്കിൽ ഏത് എമ്മ് നിങ്ങൾ സെലക്ട് ചെയ്യും? 1-2 പേര് പറയാമോ? മണി വേണോ, മെഷീൻ വേണോ, മാർക്കറ്റ് വേണോ, മെറ്റീരിയൽ വേണോ? പറയാമോ? മണി വേണം. ഓക്കെ, വെരി ഗുഡ്. വേറെ? ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാർക്കറ്റ് വേണം. സാറിന് മാർക്കറ്റ് വേണം. വേറെ ആർക്കെങ്കിലും മണി വേണം? അനുവിധയ്ക്ക് മണി വേണം, സാറിന് മാർക്കറ്റ് വേണം. അപ്പൊ നമുക്ക് നോക്കാം, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ കോട്ടയം ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നമുക്കൊരു സ്കീം ഇപ്പോഴും ഉണ്ട്, PMEGP എന്ന് പറയും. പക്ഷെ കൊറോണയ്ക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ ഇന്റർവ്യൂ പങ്കെടുക്കാനായിട്ട് അന്നൊരു 10-65 വയസ്സുള്ള ആന്റി വരുന്നു. ഞാൻ ഉൾപ്പെടെ ഞങ്ങളൊരു 3 പേര് ഇന്റർവ്യൂ കൂടെ ഇരിക്കുകയാണ്. ഇവരോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഇവരോട് ചോദിച്ചു, ചേച്ചി നിങ്ങൾക്ക് എത്ര രൂപ വേണ്ടേ? അത് സാറേ എനിക്ക് 10 ലക്ഷം രൂപ വേണം. അന്നത്തെ വെച്ചാൽ വ്യവസായ വകുപ്പ് പാസ്സാക്കുന്നതായി ഒരു പാസ്സാക്കൂലേ, ബാങ്ക് പാസ്സാക്കുള്ളൂ, ലോൺ ബാങ്കാണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു 10 ലക്ഷം രൂപ എന്തിനാണ്? നിങ്ങളുടെ പ്രൊജക്ട് എന്താണ്? ഉടനെ പ്രോജക്ട് റിപ്പോർട്ട് ഞാൻ എടുത്തുനിന്ന് വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് വിർജിൻ കോക്കനട്ട് ഓയിൽ ചമ്മന്തിപ്പൊടി. വിർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? നമുക്കറിയാം, വെന്ത വെളിച്ചെണ്ണ എന്നൊക്കെ പറയും. തേങ്ങാപ്പാൽ എടുത്തിട്ട് ചൂടാക്കിയാൽ. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി സംഭവം കൊള്ളാം, നിങ്ങൾക്ക് എന്തിനാണ് ഇത് 10 ലക്ഷം രൂപ പറഞ്ഞിട്ട്? ഞാൻ പറഞ്ഞു 10 ലക്ഷം രൂപ തരാം. പക്ഷേ 2-3 ചോദ്യമൊക്കെ ചോദിച്ചു. അവസാനം ഞാൻ ചോദിച്ചു, ചേച്ചി ഒരൊറ്റ ചോദ്യമുള്ളൂ, ആ ചോദ്യത്തിന് ചേച്ചി മറുപടി പറഞ്ഞാൽ 10 ലക്ഷം രൂപ തന്നെ പാസ്സാക്കാം. എന്താണ്? വളരെ കോൺഫിഡന്റ് ആണ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാണ് 10 ലക്ഷം രൂപ? അപ്പൊ ഇതാണ് വിർജിൻ കോക്കനട്ട് ഓയിലും ചമ്മന്തിപ്പൊടിയാണ്. വിർജിൻ കോക്കനട്ട് ഓയിലും ചമ്മന്തിപ്പൊടിയും ഒക്കെ സംഭവിച്ചു. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇതിന്റെ വില ചേച്ചിക്ക് അറിയാമെന്ന് ചോദിച്ചു. ഏതിന്റെ അറിയാമോ? വിർജിൻ കോക്കനട്ട് ഓയിലിന്റെ. അപ്പൊ അവരെന്നോട് പറഞ്ഞത് 1 കിലോയ്ക്ക് 800 രൂപയ്ക്കാണ് വിൽക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ സംഭവിച്ചു 1 കിലോയ്ക്ക് 800 രൂപ. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, 1 കിലോ വെളിച്ചെണ്ണ 800 രൂപ കൊടുത്ത് നിത്യം മേടിച്ച് ഉപയോഗിക്കുവാൻ കഴിവുള്ള എത്ര പേരെ നിങ്ങൾക്ക് ജീവിതത്തിൽ നേരിട്ട് പരിചയമുണ്ടെന്ന് ചോദിച്ചു. ചോദ്യം മനസ്സിലായോ? 1 കിലോ വെളിച്ചെണ്ണ 800 രൂപ കൊടുത്ത് മേടിച്ച് ഉപയോഗിക്കാൻ കഴിവുള്ള, നിത്യം ഉപയോഗിക്കാൻ കഴിവുള്ള എത്ര പേര് നിങ്ങൾക്ക് അറിയാം? ഞാൻ ഈ ചോദിച്ചത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ 5 എമ്മിൽ ഒരു എം ഏതെമ്മെന്ന് പറയാമോ? മാർക്കറ്റാണ്. വെരി ഗുഡ്. ഞാൻ ചോദിക്കട്ടെ, ഇവർ കൃത്യമായിട്ട് പറയാത്തത് കൊണ്ട് നമുക്ക് പാസ്സാക്കി കൊടുക്കാൻ പറ്റില്ല. എന്നാൽ ഇവർ കൃത്യമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ, അത് ഇന്ന സൂപ്പർ മാർക്കറ്റ് ടൈപ്പ് അല്ല എവിടെയാണ് നടത്തി കൊടുക്കാറുണ്ട് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? പൈസ കൊടുത്തേനെ അല്ലേ? ഐ മീൻ മാർക്കറ്റ് ചൂണ്ടിക്കാണിച്ചെങ്കിൽ മണി കൊടുത്തേനെ. അപ്പൊ മണി ഉണ്ടെങ്കിൽ എന്ത് കിട്ടും? മെന്നിനെ എടുക്കാം, മെഷീൻ എടുക്കാം, മെറ്റീരിയൽ സംരംഭം നടത്താം.
ഈ 5 ഇമ്പോർട്ടൻ്റ് പക്ഷെ ഒരു പൊടിക്ക് ഇമ്പോർട്ടൻ്റ് മണിയാണ് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ ചെന്നിട്ട് ചൂണ്ടിക്കാണിക്കേണ്ടത് മാർക്കറ്റാണ്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇസ് നത്തിങ് ബട്ട് യുവർ ഐഡിയ, ബിസിനസ് ഐഡിയ. സാറേ എനിക്ക് പൈസ വേണം എന്നല്ല പറയുന്നത്. സാറേ ഐ ഹാവ് എ ബിസിനസ് ഐഡിയ. ബാങ്കുമാരെ എക്സ്പെക്ട് ചെയ്യുന്നതാ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ സംഭവിക്കാറില്ല. ആൾക്കാർ ഇന്ന് പൈസ ചോദിക്കുക എന്തിനാന്ന് ചോദിച്ചു, എനിക്കറിയില്ല. പണ്ടൊരു ചേച്ചി, ചില ചേച്ചിമാരൊക്കെ ബാങ്കിൽ പോകും. പണ്ടൊരു ചേച്ചി ഒന്ന് ബാങ്കിൽ ചോദിച്ചു, ബാങ്കിലെ ലോണൊക്കെ ചോദിച്ചു. ബാങ്കുമാരോട് ചോദിച്ചു, എവിടെന്നാ മെഷീൻ എടുക്കുന്നത്? ചേട്ടനറിയാം. പറഞ്ഞ കേട്ടോ, ചേട്ടനറിയാം. ഹസ്ബൻഡ് കാര്യം പറയുന്നത്. എന്താ റോ മെറ്റീരിയൽ? ചേട്ടനറിയാം. ചേട്ടനല്ല, ചേച്ചിയും കൂടെ അറിയണേ. അപ്പൊ അതാ സംഭവിച്ചത്. അപ്പൊ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കും, സാറേ ഇതാണ് എന്റെ ബിസിനസ് ഐഡിയ, ഇന്ന് നിന്നൊക്കെയാണ് എന്റെ പ്രൊഡക്റ്റ്, എന്റെ കസ്റ്റമറിന്റെ ടാർഗറ്റഡ് കസ്റ്റമറിന്, വാക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമേ, ടാർഗറ്റഡ് കസ്റ്റമറിനാണ്. ഇവിടെയാണ് ഞാൻ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ കയ്യിൽ ഇത്ര രൂപയുണ്ട്, എനിക്ക് ഇത്ര രൂപ ആവശ്യമുണ്ട്, പക്ഷെ എന്റെ കയ്യിൽ ഇത്ര രൂപയുണ്ട്, സാറിന് ഇത്ര സഹായിക്കാൻ പറ്റും. കാരണം ബാങ്ക് നമ്മുടെ പാർട്ട്ണറാണ്. ഈ രീതിയിലുള്ള ചോദ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ബാങ്ക് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇങ്ങനെ അങ്ങനെ സംഭവിക്കാറില്ല. അപ്പൊ എനിവേ ഞാൻ പറയുന്നത്, ആദ്യം നിങ്ങൾക്ക് വേണ്ടത് പൈസയോ ഒന്നുമല്ല, ആദ്യം വേണ്ടത് ബിസിനസ് ഐഡിയയാണ്. നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഈ ബിസിനസ് ഐഡിയ കണ്ടുപിടിക്കാൻ ഒരുപാട് മെത്തേഡുണ്ട്. ഞങ്ങൾ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ SIYB എന്നൊരു പ്രോഗ്രാം ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു ട്രെയിനറാണ്. SIYB പ്രോഗ്രാമിനകത്ത് 3 ഡേ 3 ദിവസം കൊണ്ട് അതിനൊരു ഐഡിയ ജനറേഷൻ ചെയ്യുന്നത്. ഞാൻ അതിന്റെ വ്യാപ്തി മനസ്സിലായല്ലോ, അതുകൊണ്ട് ഞാൻ അവിടെ വിടുകയാണ്. പക്ഷെ ഒരു കാര്യം പറഞ്ഞു വിടാം, 3 ടൈപ്പ് സംരംഭങ്ങളുണ്ട്. ഒന്ന് പ്രൊഡക്ഷൻ, ഒന്ന് സർവീസ്, ഒന്ന് ട്രേഡിംഗ്. എന്താന്ന് പറയാം. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ കോയമ്പത്തൂർ പോയിട്ട് തുണി മേടിച്ച് ഞാൻ എന്റെ ഇഷ്ടമുള്ള രീതിയിൽ ഷർട്ട് തയ്ച്ച് എന്റെ ബ്രാൻഡിൽ വിറ്റാൽ അത് പ്രൊഡക്ഷനാണ്. കാരണം ഇവിടെ ഫാബ്രിക് തീരുമാനിക്കാൻ ഞാനാണ്, നൂല് തീരുമാനിക്കാൻ ഞാനാണ്, ബട്ടൺ തീരുമാനിക്കാൻ ഞാനാണ്, ഡിസൈൻ തീരുമാനിക്കാൻ ഞാനാണ്. ഇതെല്ലാം എവറിത്തിങ് ഈസ് ബിലോങ് ടു മീ. ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ. എന്നാൽ ഇതേ തയ്യൽ മെഷീനും ഇതേ ജീവനക്കാരെയും വെച്ചുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും തുണി കൊണ്ടുവന്നാൽ, അത് നിങ്ങൾക്ക് വേണ്ടി തയ്ച്ചു തന്നാൽ അത് സർവീസ്. വ്യത്യാസമുണ്ട്. സർക്കാർ ഇതിനെ കാണുന്ന, ഈ 3നെയും കാണുന്ന 3 കണ്ണോട് കൂടിയാണ്. മനസ്സിലായോ? കാരണം സർവീസാണ്. കാരണം അത് നിങ്ങൾക്ക് അറിയില്ലാത്തൊരു ജോലി തരുന്നതാണ്. അതായത് മറ്റുള്ളവർക്ക് അറിയില്ലാത്തൊരു ജോലി അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന സർവീസ്. ബ്യൂട്ടി പാർലർ സർവീസാണ്, വർക്ക്ഷോപ്പ് സർവീസാണ്, അരി പൊടിച്ചു കൊടുക്കുന്ന സർവീസാണ്. നിങ്ങൾ അരി മേടിച്ച് പൊടിച്ച് നിങ്ങളുടെ ബ്രാൻഡ് വിൽക്കാതെ പബ്ലിക് അരി കൊണ്ടുവന്ന് അരി പൊടിച്ച് അവർക്ക് വേണ്ടി കൊടുത്താത്ത സർവീസാണ്. 3ാമത് സെയില്. എനിക്ക് അതേപോലെ ഒരു റൂമുണ്ട്. ഞാനിവിടെ ഇപ്പം ഒരിക്കലും എനിക്ക് തയ്യൽക്കാരും ഇല്ല, തയ്യൽ മെഷീനും ഇല്ല. പക്ഷെ എനിക്കിവിടെ എന്തുണ്ട്, കുറച്ച് ഷർട്ട് കിടപ്പുണ്ട്. ഞാനത് തിരിച്ച് വിൽക്കാൻ പോകുന്നു. നോക്കുക, ഞാൻ ഈ പറഞ്ഞ 3 ഉദാഹരണങ്ങളിലും എന്റെ സ്ഥാപനത്തിന്റെ ഗേറ്റ് കടന്നിട്ട്, ഡോറ് കടന്നിട്ട് ഷർട്ട് വെളിയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ 3 സാധനം. അതായത് സർക്കാരിന്റെ സ്കീമുകൾ 3ന് 3. പ്രൊഡക്ഷന് വേണ്ടി മാത്രം ഉള്ളതുണ്ട്, പ്രൊഡക്ഷനും സർവീസിന് വേണ്ടി മാത്രം ഉള്ളതുണ്ട്, പ്രൊഡക്ഷനും സർവീസും സെയിലും കൂടെ ഉൾപ്പെടുന്നുണ്ട്. അപ്പം ഏത് ഓഫീസിൽ പോയി ഏത് ആൾക്കാരെ കാണണം എന്നറിയണമെങ്കിൽ ആദ്യം, അതായത് സംരംഭത്തിലേക്ക് മുമ്പോട്ട് വരേണ്ട ഒരു വ്യക്തി ആദ്യം മനസ്സിൽ കാണേണ്ട ചോദ്യത്തിന് ഉത്തരം, വെദർ മൈ ബിസിനസ് ഈസ് പ്രൊഡക്ഷൻ, സർവീസ് ഓർ സെയിൽ. ഇതിനാണ് ആദ്യം തീരുമാനം എടുക്കേണ്ടത്. എന്റെ ബിസിനസ് പ്രൊഡക്ഷൻ ആണോ, ഞാൻ ആഗ്രഹിക്കുന്നത് പ്രൊഡക്ഷൻ ആണോ, ഞാൻ സെയിലാണോ, അത് സർവീസ് ആണോ? ഇത് ആണ് നമ്മൾ ആദ്യം തീരുമാനം എടുക്കേണ്ട മേഖല. എങ്കിൽ മാത്രമേ ഇനി നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ ഇതിനതൊരു തീരുമാനം എടുക്കുക. ഇനി പ്രോഡക്റ്റ് ഒക്കെ ആണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, 3 രീതി വരാം. ഒന്ന്, എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ആവാം, നിലവിലുള്ള പ്രോഡക്റ്റ്. അതായത് എല്ലാവരും ചപ്പാത്തി ഉണ്ടാക്കി വിൽക്കുന്നു, ഞാനും ചപ്പാത്തി ഉണ്ടാക്കി വിൽക്കുന്നു, ദാറ്റ് ഈസ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. 2, ഇംപ്രൂവ്ഡ് പ്രോഡക്റ്റ്. ഞാൻ അതിന് ഉദാഹരണം പറയുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ ജനിച്ച സമയത്ത് അനുഭവം കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ നമുക്കറിയാം, ആദ്യം വന്നത് ഗ്ലാസ് അല്ലേ, വെള്ളം കുടിക്കാനായിട്ട്. ഗ്ലാസ്സിനൊരു പിടി പിടിപ്പിച്ചപ്പോൾ അത് കപ്പായി മാറി. ആക്ച്വലി അതെന്താ, വെള്ളം കുടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. മോഡിഫൈഡ് പ്രോഡക്റ്റ് ആണ്, ഇംപ്രൂവ്ഡ് പ്രോഡക്റ്റ് ആണ്. ഇനി ലോകത്ത് അന്ന് വരെ ഇല്ലാത്തൊരു പ്രോഡക്റ്റ്. വർഷങ്ങൾക്ക് ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്തു. അദ്ദേഹത്തിന്റെ പേര് കല്യാണരാമൻ എന്നാണ്. അദ്ദേഹം തൃശ്ശൂരാണ് വീട്. കല്യാണ സിൽക്കിന്റെ കല്യാണരാമൻ അല്ല കേട്ടോ. അദ്ദേഹത്തിന്റെ മകളെ കൊതുക് കടിച്ചു. ആ സമയത്തുള്ള പിള്ളേരൊക്കെ കൊതുക് കടിച്ചപ്പോൾ അദ്ദേഹം മാത്രം ജപ്പാനിലേക്ക് ഫ്ലൈറ്റ് കയറിപ്പോൾ ഒരു ടെക്നോളജി കൊണ്ടുവന്ന് കേരളത്തിൽ അവതരിപ്പിച്ചു. ആ പ്രോഡക്റ്റിന്റെ, അദ്ദേഹത്തിന്റെ പേര് നമുക്കിപ്പം കല്യാണരാമൻ എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. പക്ഷേ ഷോഗൻ ഫിലിംസിന്റെ ഗുഡ് നൈറ്റ് മോഹൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുകയാണ്. പ്രോഡക്റ്റ് ഗുഡ് നൈറ്റ് ആണ്. നോക്കുക, അതൊരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷനാണ്. നിങ്ങളിവിടെ നോക്കൂ, അതൊരു ബിസിനസ് ഐഡിയ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ്. ഒരുപാട് മെത്തേഡുണ്ട്. ഒരു മെത്തേഡാണ് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക, അതിന് സൊല്യൂഷൻ കൊടുക്കുക. ഞാനും നിങ്ങളും ഇപ്പൊ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ അല്ലേ. പല ഇടങ്ങളിലും നമ്മൾ സംസാരിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഇത് കൊറോണക്കാലത്ത് ഉണ്ടായതൊന്നുമല്ല, അതിന് മുമ്പേ ഉണ്ടായതാണ്. ഇത് നമ്മുടെ ടൈം സേവ് ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ യാത്രാ സമയം കുറയ്ക്കാൻ പറ്റും. ഒരുപാട് ഈ വിർച്വൽ മീറ്റിംഗ് നടത്താൻ പറ്റും. ഇതൊരു സൊല്യൂഷനാണ്.
ഞാനും നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതൊരു പ്രോഡക്റ്റ്, ഇപ്പൊ സാബു സാറിന്റെ മുഖത്ത് ഞാൻ കണ്ണാടി കാണുന്നുണ്ട്, എന്റെ മുഖത്ത് കണ്ണാടി ഉണ്ട്. ഇതൊരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷനാണ്. ഞാൻ പറയാറുണ്ട്, ഈ കണ്ണ് മനുഷ്യൻ ജനിക്കുന്ന ന്യൂ ബോൺ ബേബിയുടെ കണ്ണായിട്ട് 85 വയസ്സ് വരെ മരിക്കുന്ന സമയത്ത് ഈ കണ്ണിന് ഒരു കുഴപ്പമില്ലെങ്കിൽ എത്ര പേരുടെ പണി പോകുമെന്ന് ആലോചിച്ച് നോക്കി. കണ്ണ് ഡോക്ടർമാർ ഇവിടെ വേണം, ടെക്നീഷ്യന്മാർ വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, എത്ര എത്ര സംരംഭങ്ങൾ കൂട്ടി ഉണ്ടാകും. അപ്പൊ പ്രോബ്ലം ഉണ്ടോ, അതിന് സൊല്യൂഷൻ ഉണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് സംരംഭത്തിലേക്ക് എത്താം. എനിവേ, ആദ്യം ബിസിനസ് ഐഡിയ കണ്ടുപിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്തത് ഞാൻ വിടുന്നു. ബിസിനസ് ഐഡിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഐഡിയ കിട്ടും. ഒരുപാട് പല മെത്തേഡ് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് മെത്തേഡ് ഉണ്ട്. ആൻസിലറി യൂണിറ്റ് ആക്കാം, അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ പ്രോഡക്റ്റിന്റെ വാല്യൂ അഡിഷൻ ആകാം. അതായത് നിങ്ങൾക്ക് കുറേ ചക്കയുണ്ട്, ആ ചക്ക പഴുത്ത് പോവുക, നാട്ടുകാർക്ക് കൊടുത്തിട്ട് നിങ്ങൾ കൊടുത്തൊന്നും തീരുന്നില്ല, ഇഷ്ടംപോലെ പ്രോഡക്റ്റ് ആക്കി മാറ്റാം. നിങ്ങൾക്ക് മാങ്ങയുണ്ട്, അതിനൊക്കെയുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഓർത്തോണേ കേട്ടോ. വാഴപ്പഴമുണ്ട്, കപ്പയുണ്ട്. ഗവൺമെന്റ് അന്തരീക്ഷത്തിൽ വളരെ നിസ്സാര ഫീസിന് പഠിക്കാൻ പറ്റുന്നതായ സർക്കാർ അംഗീകൃത ഗവേഷണ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്, കേരളത്തിൽ തന്നെയുണ്ട്. നമുക്ക് അവരുടെ ലാബ് ഉപയോഗിച്ച് പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് വെളിയിലിറക്കിയിട്ട്, അവരുടെ മെഷീൻ ഉപയോഗിച്ച് പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് വെളിയിലിറക്കിയിട്ട് അത് വിജയിക്കുമെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ മതി, നമുക്ക് പ്രോഡക്റ്റ് ഡെവലപ്പ് വെളിയിലേക്ക് മെഷീൻ മേടിച്ചാൽ മതി. ഇങ്ങനെ സംരംഭം ചെയ്തു തരുന്ന നിരവധി സ്ഥാപനങ്ങൾ നമുക്കിവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്നും. അപ്പൊ എനിവേ, നമുക്ക് കുറേയേറെ ഐഡിയ കിട്ടും. നമുക്ക് 10-20 ഐഡിയ ഉണ്ടെന്നിരിക്കട്ടെ. നമ്മൾ അതിനകത്ത് ഷോർട്ട് ലിസ്റ്റ് ഒരു അഞ്ചെണ്ണത്തിലേക്ക് നമുക്ക് ചുരുക്കി നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ 5 ഐഡിയ ഉണ്ടേ കേട്ടോ. 10-20 നമ്മൾ കണ്ടുപിടിച്ചു, എഴുതി വെച്ചു, എല്ലാം എഴുതി വെക്കണം. എന്നിട്ട് 5 നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് താല്പര്യമുള്ള, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, ചെയ്യാൻ പറ്റും, നമുക്ക് കഴിവുള്ള, ചിന്തിക്കുന്ന 5 എടുത്ത് വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 5 ഐഡിയ വർക്ക് ചെയ്യുക, ബേസിക് റിസർച്ച് നടത്താം. എന്ത് ചെയ്യുക, സിമിലർ യൂണിറ്റ് നാട്ടിലുണ്ട്, അത് പോയി കാണാം. എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കുക. വല്ല ടെക്നോളജി ബേസ്ഡ് ആണെങ്കിൽ ഗവേഷണ സ്ഥാപനമുണ്ട്, അവിടുത്തെ സയന്റിസ്റ്റുകളുടെ സേവനം തേടാം. എന്തൊക്കെ മെഷീൻ ഉണ്ടെന്ന് ചിന്തിക്കാം, മനസ്സിലാക്കാം. എന്തൊക്കെ റോ മെറ്റീരിയൽ മേടിക്കും ചിന്തിക്കാം. ആരാണ് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ചിന്തിക്കാം. എന്താണ് ഇവിടുത്തെ പ്രൊഡക്ഷൻ കോസ്റ്റ് ചിന്തിക്കാം. എത്ര രൂപ ഇതിന് ആവശ്യമാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ 5 പറ്റി നമ്മൾ എഴുതി വെച്ചു അല്ലേ. 5 ഉണ്ട്, 5 ടൈപ്പ് യൂണിറ്റ് ഉണ്ട്, 5 ടൈപ്പ് പ്രോഡക്റ്റ് ഉണ്ട്, 5 ടൈപ്പ് സ്ഥാപനങ്ങൾ നമുക്ക് മനസ്സിലാക്കി വെച്ചു. ഈ 5 നമുക്ക് യൂണിറ്റ് വിസിറ്റ് ചെയ്തു, നല്ലൊരു ഗ്രാഹ്യം ഉണ്ടാക്കി നമ്മൾ അതിലുണ്ട് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുകയാണ്. എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുക, ഇതിന്റെ ഡിസൈറബിലിറ്റി, ഇതിവിടെ ആവശ്യമാണോ. കാരണം ബിസിനസ് നമുക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, ഞാൻ ചെയ്യുന്ന ബിസിനസ് എനിക്ക് വേണ്ടിയിട്ടല്ല, പബ്ലിക്കിന് വേണ്ടിയിട്ടാണ്. പബ്ലിക്കിന് വേണ്ടതാ പ്രോഡക്റ്റ്, അത് ആ ഒരു കൺസെപ്റ്റാണ്. അതായത് ഒരു സംരംഭകൻ തന്റെ കയ്യിലുള്ള ഉൽപ്പന്നം വിൽക്കാനിരിക്കുന്ന വ്യക്തിയല്ല, മറിച്ച് പബ്ലിക്കിന് എന്താണോ വേണ്ടതെന്ന് മനസ്സിലാക്കി അത് കൊടുക്കാനിരിക്കുന്നവരാണ് സംരംഭകർ. ആ റിവേഴ്സ് കാഴ്ചപ്പാടായിരിക്കണം നമ്മൾ. ഇപ്പൊ ഇവിടെ ഡിസൈറബിൾ ആണോ, ഇത് ഫീസിബിൾ ആണോ, ടെക്നിക്കലി ഫീസിബിൾ ആണോ, മെഷീൻ കിട്ടുമോ, അതോ പ്രോട്ടോടൈപ്പ് മാത്രമേ ഉള്ളൂ, ലാബിൽ മാത്രമേ നിൽക്കുള്ളൂ, സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുമോ, ഇത് ഇക്കണോമിക്ക് വയബിൾ ആണോ, എത്ര ആൾ കൊണ്ട് ഇത് ബ്രേക്ക് ഈവൻ ആകും. ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി 5 നമ്മൾ ചിന്തിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, 5 ഏറ്റവും സ്യൂട്ടബിൾ ആയ ബെസ്റ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ സെലക്ട് ചെയ്തു. സെലക്ട് ദ ബെസ്റ്റ് വൺ. ദെൻ ഇനി നമ്മൾ ഈ ഒരെണ്ണം ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒറ്റേ ഒരു ഐഡിയ ഉള്ളൂ കേട്ടോ. അത് എന്തും ആയിക്കോട്ടെ, അത് പ്രൊഡക്ഷൻ ആവാം, സർവീസ് ആവാം, ട്രേഡ് ആവാം, വാട്ട് എവർ ഇറ്റ് മേ ബി. ഒരെണ്ണം നമ്മൾ ഇവിടെ ചിന്തിച്ച് കണ്ടുപിടിച്ചതാണ്. ഇതിന്റെ ഒരു ബിസിനസ് പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. എന്താണ് ബിസിനസ് പ്ലാൻ വേണ്ടത്? ഈ ബിസിനസ് പ്ലാൻ ആരും ഉണ്ടായിക്കോട്ടെ, നമുക്കറിയില്ല, ഇംഗ്ലീഷ് അറിയത്തില്ല, സാരമില്ല, ചാർട്ടേഡ് അക്കൗണ്ട് ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഇതിനകത്ത് എന്താണ് എഴുതി വെച്ചേക്കണം നമുക്കൊന്ന് അറിയാം അല്ലെ. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു കൃഷിയായിട്ട് പാലയിൽ ജോലി ചെയ്യുമ്പോൾ ബാങ്കിൽ പോയപ്പോൾ ബാങ്ക് മാനേജർ ചോദിച്ചു, സുരേഷിന് എത്ര വേണ്ടത് സുരേഷേ? സാറേ 10 ലക്ഷം രൂപയാണ്. ബാങ്ക് മാനേജർ ഞെട്ടി. സുരേഷിന്റെ പ്രോജക്റ്റ് എന്താ തരാൻ പറഞ്ഞു. പ്രോജക്റ്റിന് അത് എഴുതി വെച്ചേക്കണം, ടോട്ടൽ പ്രോജക്റ്റ് കോസ്റ്റ് എത്രയാണെന്ന് കേൾക്കണം. 7 ലക്ഷം രൂപ. വാക്കാൽ ആവശ്യപ്പെട്ടത് 10 ലക്ഷം രൂപ. മാനേജർ പക്ഷെ ഇറക്കി വിട്ടില്ല കേട്ടോ. മാനേജർ പറഞ്ഞു, സുരേഷ് ഇതെന്താ ഇങ്ങനെ? സാറേ എനിക്കറിയത്തില്ല, അതാ അശോകൻ സാറ് ഉണ്ടാക്കി തന്ന പ്രോജക്റ്റ് റിപ്പോർട്ട്. എന്റെ സീനിയർ ആയിട്ട് ഇപ്പൊ ഞാൻ ഇരിക്കുന്ന കസേരയിൽ സാറുണ്ട്, സാറ് ഉണ്ടാക്കി കൊടുത്ത പ്രോജക്റ്റ് റിപ്പോർട്ടാണ്. സാർ ഇപ്പോഴും പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അശോകൻ സാർ ഉണ്ടാക്കി തന്ന പ്രോജക്റ്റ് റിപ്പോർട്ടാണ്, എനിക്കറിയത്തില്ല എന്നാണ് അദ്ദേഹത്തിന് മറുപടി. ഏത് ബാങ്കിൽ ലോൺ കൊടുക്കും? പക്ഷേ ഈ സാറ് 3,50,000 രൂപ കൊടുത്തു. പക്ഷെ ഇതുവരെ 5 പൈസ തിരിച്ചടച്ചിട്ടില്ല. ആ പൈസ പോയി. ബാങ്കിന്റെ പൈസ പോയെന്ന് നമ്മൾ ചിന്തിക്കും, ബാങ്കിന്റെ അല്ല പോയെ, ബാങ്കിൽ കൊണ്ട് പലിശ കൊണ്ടുവന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള സാധാരണക്കാരായ കൊഴുവനാൽ ഭാഗത്തുള്ള സാധാരണക്കാരുടെ പൈസയെ പോയി. ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് നമ്മൾ കാര്യം ചെയ്യുമ്പോൾ ഓർക്കണം, ഇത് സാധാരണക്കാരുടെ അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരുടെ പൈസയാണ്. അത് എന്താണ്, പലിശ സഹിതം തിരിച്ചടച്ചു കൊള്ളാമെന്ന് ബാങ്കിനെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടെ അല്ല, നമ്മുടെ മാത്രം ഉത്തരവാദിത്വം. ഇത് കൃത്യമായിട്ട് ചെയ്യണം നമ്മുടെ പ്രോജക്റ്റ് റിപ്പോർട്ട് വഴി. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടുത്തെ മാർക്കറ്റിംഗ് എന്താണ്, ടാർഗറ്റ് ഓഡിയൻസ് എന്താണ്, എന്ത് പ്രവർത്തനം അഡ്രസ് ചെയ്യുന്നേ,
എന്റെ കോമ്പറ്റീറ്റർ ആണ്, എന്റെ ബിസിനസ് മോഡൽ എന്തുവാണ്, എന്റെ ബഡ്ജറ്റ് എത്ര കോസ്റ്റിംഗ് ആണ്, ഇതിന് എത്ര വരും, എന്റെ കയ്യിൽ എത്ര ചെലവാക്കേണ്ടി വരും, ഈ ഉള്ള കാര്യത്തെ പറ്റി കൃത്യമായ ധാരണയില്ലാതെ ബാങ്കിന് മുമ്പിൽ പോകരുത്. അതിന് മുമ്പിൽ മാത്രമല്ല, ഒരു ബിസിനസ് പ്ലാൻ നമുക്ക് അത് ആവശ്യമാണ്, നമ്മൾ അത് ഉണ്ടാക്കി വെക്കുക. കാരണം അത് റിവൈസ് ചെയ്യേണ്ടതാണ്. അത് നോക്കി ഇങ്ങനെയാണോ പോകണമെന്ന് നോക്കേണ്ടതാണ്. ബിസിനസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ സംരംഭത്തിന്റെ ജീവനാടിയാണ്. അത് നമുക്ക് മനസ്സിലാക്കണം. ആരും ഉണ്ടായിക്കോട്ടെ. പക്ഷെ സാറേ ഇതെന്താ സാറേ എഴുതി വെച്ചേക്കണമെന്ന് ചാർട്ടേഡ് അക്കൗണ്ടൊന്ന് ചോദിക്കാൻ നമുക്ക് കഴിയണം. സുരേഷിനെ പോലെ ആവരുത്. അടുത്തത് ഇത് ഞാൻ പറയാതെ വിടുന്നു, കാരണം ഇത് ഡീറ്റെയിൽ വിടുന്നു, ഡീറ്റെയിൽ ആവും പറയുന്നില്ല. കാരണം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട സബ്സിഡി സ്കീമിലാണ്. ഇത് പറഞ്ഞ ഒരുപാട് സബ്സിഡികളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പ്രൊഡക്ഷന് വേണ്ടി മാത്രമുള്ളതുകൊണ്ട് 15% മുതൽ 35% വരെ സബ്സിഡി കിട്ടുന്ന PMGP ഉണ്ട്. എന്റെ വീഡിയോസ് യൂട്യൂബിൽ ഉണ്ടാകും കേട്ടോ. ഞാൻ PMGP വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കോട്ടയം ജില്ലയാണെങ്കിൽ 55% വരെ പരമാവധി, 45 വരെ പരമാവധി കിട്ടുന്ന, ഇടുക്കി, വയനാട്, കാസർഗോഡ്, പത്തനംതിട്ട, പിന്നോക്ക ജില്ല 4, ഇവിടെയാണെങ്കിൽ 55% വരെ പരമാവധി സബ്സിഡി കിട്ടുന്ന ESS സ്കീമുകളുണ്ട്. ഇത് വ്യവസായ വകുപ്പിന്റെ എംപ്ലോയ്മെന്റ് സ്കീമുകളുണ്ട്, വിധവകൾക്ക് വേണ്ടി മാത്രമുള്ള സ്കീമുകളുണ്ട്. ഇങ്ങനെ പലവിധ സ്കീമുകളുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ ഒരു ധാരണ വെക്കുക. കാരണം ഏത് ഓഫീസിൽ പോയി ഏത് ഓഫീസറെ കാണണമെന്ന് അറിയണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഒന്ന് പഠിക്കണം. അപ്പൊ സ്കീമും സബ്സിഡി നമ്മൾ പഠിച്ചു, മനസ്സിലാക്കണം. അതൊരു വഴിയാണ്. ഇതാണ് ഞാൻ ഇവിടെ അതിനെപ്പറ്റി നിൽക്കുന്നില്ല. കാര്യം വെച്ചാൽ സ്കീമും സബ്സിഡിയും പറയാൻ ഒരുപാടുണ്ട്, മനസ്സിലാക്കണം എന്ന് പറയുന്നു. ഓക്കെ, അടുത്ത സ്റ്റെപ്പ്, നമ്മുടെ സ്റ്റെപ്പാണല്ലോ പറയുന്നത്. അടുത്തത്, ഇപ്പൊ നമ്മുടെ ഒരേ ഒരു ബിസിനസ് ഐഡിയ ഉള്ളൂ. വീണ്ടും നമ്മൾ എക്സ്പെർട്ടിനെ കാണും. ആരെയൊക്കെ കാണും? റോ മെറ്റീരിയൽ സപ്ലയേഴ്സിനെ കാണും, മെഷീൻ സപ്ലയേഴ്സിനെ കാണും. ആരെങ്കിലും സയന്റിസ്റ്റുകൾ ആവശ്യമുണ്ട്. നമുക്കിപ്പോ കപ്പയെന്ന് ഇറ്റാലിയൻ ഡിഷായ പാസ്ത ഉണ്ടാക്കണം, അതൊക്കെ ഉണ്ടാക്കാം കേട്ടോ. കപ്പയെന്ന് ഇറ്റാലിയൻ ഡിഷായ പാസ്ത ഉണ്ടാക്കണം. ഇപ്പോഴത്തെ കുടുംബശ്രീയുടെ ഒരു സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ ഉണ്ട്, ഡോക്ടർ ഷാനവാസ്, എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. അദ്ദേഹം സയന്റിസ്റ്റാണ്. CTCR എന്നൊരു സ്ഥാപനം ഉണ്ട്. അവിടെ നമുക്ക് 3 വർഷത്തേക്ക് അദ്ദേഹം ഒരു ഡെപ്യൂട്ടേഷൻ എടുത്തേക്കാണ്. സെന്റർ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണം. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വിവിധങ്ങളായ പ്രോഡക്റ്റ് കപ്പ ഉണ്ടാക്കി തരും. നമുക്ക് ഈ കപ്പ ബിരിയാണി, എന്താ പറയുക, വാട്ടുകപ്പൊക്കെ നമുക്കറിയാവുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇറ്റാലിയൻ ഡിഷായ പാസ്ത വരെ കപ്പ ഉണ്ടാക്കും. ഫുഡ് ഐറ്റം മാത്രമല്ല, നമ്മൾ ഈ ശരീരത്തിനകത്ത് പോയി ക്യാപ്സൂൾ പൊട്ടാൻ വേണ്ടിയിട്ട് അതിനകത്ത് ചേർക്കുന്ന ഒരു കെമിക്കലുണ്ട്. ഏകദേശം ഒരു 650 രൂപ കിലോയ്ക്ക് വില വരും. ഒരിക്കലും നമ്മുടെ ഷാനവാസാറ് അത് കപ്പയെന്ന് അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ഡെറിവേറ്റീവ് എടുത്തു. എന്തിനാ? ഈ ക്യാപ്സൂൾ പൊട്ടാനുള്ള ഒരു കെമിക്കല്. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു 65 രൂപ കിലോയ്ക്ക് വില വരുള്ളൂ കപ്പയെന്ന് ഉണ്ടാക്കിയെടുത്ത സാധനത്തിന്. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തത്? അതിനാണ് അദ്ദേഹം ഒരു പ്രാവശ്യം യങ് സയന്റിസ്റ്റ് അവാർഡ് കിട്ടിയത്. ഞാൻ പറഞ്ഞു, ഇതുപോലെ എമിനന്റ് ആയ ഒരുപാട് സയന്റിസ്റ്റുകൾ നിങ്ങളെ ഗവേഷണ സ്ഥാപനത്തിൽ കിടപ്പുണ്ട്. അല്ലെങ്കിൽ അവരെ കാണണം. ഇങ്ങനെയുള്ള എക്സ്പെർട്ടിനെയൊക്കെ കാണുക. അതാണ് അടുത്തായിട്ട് ചെയ്യേണ്ടത്. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്, എത്ര രൂപ ഇതിന് വേണ്ടി വരും, മെഷീൻ എത്ര വേണ്ടി വരും, റോ മെറ്റീരിയൽ മാസം എത്ര രൂപ വേണ്ടി വരും, എനിക്ക് എത്ര ജീവനക്കാർ വേണ്ടി വരും, ഏതൊക്കെ പൊസിഷനിൽ ജീവനക്കാർ വേണ്ടി വരും, അവർക്ക് എത്ര പേര് വേണം, അതോ ഞാൻ തന്നെ ഓടിക്കാൻ മതിയോ, അവർക്ക് അല്ല എത്ര 2 പേര് വേണം, അങ്ങനെയാണെങ്കിൽ ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവരെ വേണം. ഇവിടെ വെച്ച് ഒരു കാര്യം പറയട്ടെ, അമ്മാവന്റെ മകന് ജോലി കൊടുക്കാൻ വേണ്ടി പ്രസ്ഥാനം തുടങ്ങല്ലേ കേട്ടോ. ക്വാളിഫിക്കേഷനും ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ കയറ്റിക്കോ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. നമ്മുടെ സ്ഥാപനത്തിന്റെ എംപ്ലോയിക്ക് വേണ്ട ക്വാളിറ്റി, സ്കില്ല്, ക്വാളിഫിക്കേഷൻ ഇതുള്ളവരെ മാത്രമേ ജോലിക്ക് എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനം തകർന്നു പോകും. സെന്റിമെന്റ്സ് കൊണ്ട് കൊടുക്കേണ്ട കാര്യമല്ല എന്ന് പറയുന്നത് സൈബർമാന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് എത്ര രൂപ ശമ്പളം കൊടുക്കേണ്ടി വരും, ഒരു മാസം എനിക്ക് എത്ര രൂപ ചിലവ്, ഒരു മാസം എത്ര രൂപ എൻ്റെ കയ്യിൽ ഉണ്ടാവും. ഇവിടെ വെച്ചൊരു കാര്യം ഞാൻ പറയട്ടെ, ബിസിനസ് അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും കൂട്ടിക്കുഴക്കരുത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബിസിനസ് വേറെ, പേഴ്സണൽ വേറെ. ബിസിനസ് മറ്റൊരു എൻറ്റിറ്റിയാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു എൻറ്റിറ്റിയാണ് ബിസിനസ്. നമ്മളല്ല, ഞാനല്ല എൻ്റെ ബിസിനസ്, അത് വേറെ സാധനം. അപ്പൊ ഇനി ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാൻ ചെയ്യുക. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരുപാട് ലൈസൻസ് വേണം അല്ലെ, ലൈസൻസ് വേണം. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ലൈസൻസ് എനിക്ക് ആവശ്യമുണ്ട്, അത് കൃത്യമായിട്ടൊന്ന് പഠിക്കണം. എല്ലാവർക്കും വേണം പഞ്ചായത്ത് ലൈസൻസ്. ഒട്ടുമിക്ക സ്ഥാപനങ്ങൾക്ക് പൊല്യൂഷൻ കൺട്രോൾ ക്ലിയറൻസ് വേണം. ഫുഡിനാണെങ്കിൽ ഫുഡ് സേഫ്റ്റി വേണം. ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലൈസൻസ്, സോപ്പൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ പലരും എടുക്കാറില്ല. ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലൈസൻസ് വേണം. കസ്റ്റമർ മുമ്പിൽ വെച്ചല്ല നമ്മൾ പ്രോഡക്റ്റ് പാക്ക് ചെയ്യുന്നെങ്കിൽ പാക്കേജിംഗ് ലൈസൻസ് എടുക്കണം, ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിന്റെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് 10-20 ലൈൻ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ചിലപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് ലൈസൻസ് വേണ്ടി വരും, ചിലപ്പം ടൗൺ പ്ലാനിങ്ങിലേക്ക് പോകേണ്ടി വരും. നമ്മുടെ സംരംഭത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഏതൊക്കെ സംരംഭങ്ങൾ, ഏതൊക്കെ ലൈസൻസുകൾ, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെടണം. അതിനകത്ത് ഇപ്പോൾ ഒരു എന്താ പറഞ്ഞ 1 പോയിന്റ് സൊല്യൂഷൻ ഉണ്ട്. K-Swift എന്ന് പറയുന്ന ഒരു സംഭവം. അത് വഴി നമുക്ക് എല്ലാ ഇതിലേക്ക് ഒരുമിച്ച് അപ്ലൈ ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കുക. ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ എടുക്കണ്ട, ഒന്ന് എഴുതി വെക്കുക. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോംസ് ഓഫ് ബിസിനസ് പറയും, അല്ലെങ്കിൽ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
പ്രൊപ്പറേറ്ററി ആണ്, ഒരാൾ മാത്രമുള്ളെങ്കിൽ പ്രൊപ്പറേറ്ററി എന്ന് പറയും. ഒരാൾ മാത്രമുള്ളതിന് കമ്പനിയാക്കി മാറ്റിയാൽ OPC എന്ന് പറയും, 1 പേഴ്സൺ കമ്പനി എന്ന് പറയും. ഇനി 2 അതിലാണെങ്കിൽ പാർട്ണർഷിപ്പ് വേണം. അപ്പോൾ പാർട്ണർഷിപ്പ് നമുക്ക് 5000 രൂപയുടെ ഡീഡിൽ വേണം പാർട്ണർഷിപ്പ് എന്ന് മനസ്സിലാക്കണം. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഉണ്ട്, പിന്നെ നമുക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ട്, പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഉണ്ട്. അപ്പൊ നമ്മൾ ഏതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? കമ്പനിയാണോ അതോ പാർട്ണർഷിപ്പാണോ? കമ്പനി എന്ന് പറയുന്നത് കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത സാധന കമ്പനി. അതായത് പ്രൊപ്പറേറ്റർഷിപ്പായിട്ട് ഒരാൾ ചെറിയൊരു വർക്ക്ഷോപ്പ് നടത്തി അത് സ്വന്തം പേരിൽ വർക്ക്ഷോപ്പ് നടത്തി കമ്പനി അല്ല. നമ്മൾ കമ്പനി എന്നൊക്കെ പറഞ്ഞാൽ അത് കമ്പനി അല്ല. കമ്പനി ആക്ട് അനുസരിച്ച് തന്നെ രജിസ്റ്റർ ചെയ്യണം. അതാണ് കമ്പനി എന്ന് പറയുന്നത്. അത് ഒറ്റ ആൾക്ക് തുടങ്ങാം. OPC എന്ന് പറയും, 1 പേഴ്സൺ കമ്പനി എന്ന് പറയും. മിക്ക സ്റ്റാർട്ടപ്പുകളൊക്കെ അങ്ങനെ ചെയ്യാം, 1 പേഴ്സൺ കമ്പനി എന്ന് പറയും. അപ്പൊ എനിവേ അത് നമ്മൾ മനസ്സിലാക്കി ഏതാണ് നമുക്ക് അത് എടുക്കുക, അത് ഫോംസ് ഓഫ് ബിസിനസ്സിലേക്ക് പോവുക. അടുത്തത് ഒരു പേര് ചൂസ് ചെയ്യും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം KSRTC എന്നുള്ള പേരിന് വേണ്ടിയിട്ട് കേരളവും കർണാടകയും സുപ്രീം കോടതി വരെ പോയതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് പേര് ഇതുപോലെ കൊക്കക്കോള പോലെ, ജോൺ ഡയർ പോലെ, നിവിയ പോലെ, IBM പോലെ ജനമനസ്സിൽ ഇടിച്ചു നിൽക്കുന്നതായ ഒരു ക്യാച്ചിങ് അതിന് പേരെടുക്കുക. നമ്മുടെ സംരംഭത്തിന് പേര് കൊടുക്കുക. പ്രോഡക്റ്റ് അല്ല സർവീസ് ഉണ്ടെങ്കിൽ അതിനും പേര് ബ്രാൻഡ് നെയിം കൊടുക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം അതിനെ ബ്രാൻഡ് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ അതും വലിയൊരു ടോപ്പിക്കാണ്. പേറ്റന്റ് എടുക്കേണ്ട എങ്ങനെയാണ്, രജിസ്ട്രേഷൻ എന്താണ്, ജിയോഗ്രഫിക് ഇൻഡിക്കേഷൻ എന്താണ്, ട്രേഡ് മാർക്ക് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കി അതെങ്കിലും എടുക്കണമെങ്കിൽ അത് എടുക്കുക. ദെൻ ലൊക്കേഷൻ, ഇത് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ലൊക്കേഷൻ ആണ്. അതായത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഒരിക്കലും ആരും തിരുനക്കര മൈതാനത്തിന് മുമ്പിൽ കൊണ്ട് തുടങ്ങത്തില്ല, അല്ലേ? ഒരു ഇഷ്ടിക ഉണ്ടാക്കുന്ന യൂണിറ്റ് തുടങ്ങത്തില്ല. പക്ഷെ അവിടെ ലേഡീസ് സ്റ്റോർ തുടങ്ങും. ഒരു ബ്യൂട്ടി പാർലർ ഒരിക്കലും പൂന്തോട്ടത്തിലെ ഇൻഡസ്ട്രീസിനകത്ത് നമ്മൾ പോയി തുടങ്ങത്തില്ല. അപ്പൊ ഏത് ടൈപ്പ് സ്ഥാപനമാണ് എനിക്കുള്ളതിനനുസരിച്ച് വേണം ലൊക്കേഷൻ ഫൈനലൈസ് ചെയ്യാൻ. അപ്പൊ ലൊക്കേഷൻ നമ്മൾ ഫൈനലൈസ് ചെയ്യുക. അപ്പൊ ഇത്രയും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമ്മൾ ലൈസൻസ് രജിസ്ട്രേഷൻ എഴുതി വെച്ചിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ ഓരോന്നായിട്ട് എടുക്കുക. എല്ലാം എടുത്തു. അപ്പൊ നമുക്ക് ലൈസൻസ് ഉണ്ട്, രജിസ്ട്രേഷൻ ഉണ്ട്, സബ്സിഡിയെ പറ്റി പിന്നെ നമ്മൾ പോകുന്നത് ചിലപ്പോൾ സബ്സിഡിക്ക് വേണ്ടി ഇനിഷ്യലി ലോണിന് മുമ്പ് തന്നെ സബ്സിഡി കൊടുക്കേണ്ട സബ്സിഡികളുണ്ട്. അതാണ് നമ്മൾ അന്നേരം കൊടുത്തിരിക്കും. അതിനെപ്പറ്റി മനസ്സിലാക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കി. പ്രൊപ്പറേറ്ററി ആണോ പാർട്ണർഷിപ്പ് ആണോ അതിനെപ്പറ്റി മനസ്സിലാക്കി. നമുക്ക് ലൈസൻസ് രജിസ്ട്രേഷൻ ഒക്കെ എടുത്ത് ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ലൊക്കേഷനും എടുത്തു. വാടകയ്ക്കെങ്കിൽ വാടകയ്ക്ക്, സ്വന്തം സ്ഥലമെങ്കിൽ സ്ഥലം, അല്ലെങ്കിൽ ലീസിനെങ്കിൽ ലീസ്. ഇംപ്ലിമെന്റ് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോവുക. ഇതാണ് ഒരു നോർമലി ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് സംരംഭത്തിന്റെ. ഇതിലൂടെ നമ്മുടെ ടൈം ആകുകയാണ്. സാർ പറഞ്ഞൊരു വളരെ 1 hour എന്നോട് പറഞ്ഞത്. ഞാൻ തുടങ്ങി വെച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമുണ്ട്. അത് ഞാൻ ക്വസ്റ്റ്യൻ ആൻസറിന് വേണ്ടി മാറ്റി വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. സ്റ്റെപ്പുകൾ ഒന്നുകൂടെ കാണിക്കാമോ? ഒന്നുകൂടെ പറയാം സാറേ, തീർച്ചയായും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ. ഒന്നാമത്തെ സ്റ്റെപ്പ് ഫൈൻഡ് ഔട്ട് ബിസിനസ് ഐഡിയ. കിട്ടിയോ? അപ്പൊ നമുക്ക് പല ഐഡിയ കിട്ടി. അതായത് പ്രൊഡക്ഷൻ ആണോ സർവീസ് ആണോ പുതിയ പ്രോഡക്റ്റ് ആണോ നമ്മളൊരു ഐഡിയ ഉണ്ടാക്കി. കുറേ ഐഡിയ, ഒന്നുകൂടെ പറയാം, 1 2 അല്ലെങ്കിൽ ഒരു 10 20 ഐഡിയ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എക്സിസ്റ്റിങ്ങോ ഇംപ്രൂവോ ന്യൂ പ്രോഡക്റ്റ് എന്തോ ആയിക്കോട്ടെ. ഞാൻ പറയാം, അതുവരെ ഇല്ലാത്ത പ്രോഡക്റ്റ് ആയിരുന്നു ഗുഡ് നൈറ്റ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അത് നമ്മുടെ മൊബൈൽ ആപ്പ് എല്ലാം നോക്കിക്ക്, അല്ലെ? ഒരു 10-15 കൊല്ലം മുമ്പ് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ വീട്ടിൽ ഇരുന്നത് മൊബൈലിൽ ഞെക്കിക്കഴിഞ്ഞാൽ? മൊബൈലില്ല, ഞെക്കിക്കഴിഞ്ഞാൽ വീട്ടിൽ ഫുഡ് വരുമെന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു? എന്ത് സൗകര്യത്തിൽ നമ്മളിപ്പോൾ ജീവിക്കുന്നു. ഇവിടെ ഇരുന്നുകൊണ്ട് എന്നാ പറഞ്ഞ ഹൈദരാബാദ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റും അതുപോലെ ഹൈദരാബാദിലെ ഹോട്ടലും വീട്ടിലിരുന്ന് മുറിയിൽ ബുക്ക് ചെയ്യാൻ പറ്റും ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഓരോ പ്രോഡക്റ്റുകളാണ്. ഇനി നമ്മൾ കുറെ ഐഡിയ ഉണ്ട്, എടുത്തു. ഇതിനകത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഒരു 5 6 ആണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അതാണ് 2ാമത്തെ സ്റ്റെപ്പ്. കാരണം നമ്മൾ എഴുതി വെക്കണേ, ഓരോന്നും എഴുതി വെക്കും. അതായത് ഇന്നത് ഞാൻ എടുക്കുന്നു, റീസൺ എഴുതി വെക്കണം. ഇന്നത് ഞാൻ തള്ളിക്കളയുന്നു, റീസൺ എഴുതി വെക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 3ാമത്തത് ഇതിനൊരു ബേസിക് റിസർച്ച് നടത്തുക. ഓരോ 5 എണ്ണം നമ്മുടെ കയ്യിലുണ്ട്, 5ൽ നമ്മൾ റിസർച്ച് നടത്തുക. എക്സ്പെർട്ട് എടുക്കുക, വിസിറ്റിംഗ് എടുക്കുക, മെഷീൻ, ഇങ്ങനെയല്ല എടുക്കുക. കിട്ടിയല്ലോ അല്ലേ? ഓക്കെ. അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ആ റിസർച്ച് ഇവാലുവേറ്റ് ചെയ്യുക. അതായത് ഡിസൈറബിൾ ആണ്, ഇവിടെ ആവശ്യമാണോ, ഫീസിബിൾ ആണോ, എത്ര നാൾ കൊണ്ട് ഇത് ക്യാപിറ്റൽ നമുക്ക് തിരിച്ചു കിട്ടും, ഇങ്ങനെ പറ്റിയേക്കൊന്ന് നമ്മളൊന്ന് സ്റ്റഡി ചെയ്യുക. 5ാമത്തായിട്ട് ഇപ്പൊ 5 എണ്ണത്തിനകത്ത് അല്ലെ 6 എണ്ണത്തിൽ സെലക്ട് ദ ബെസ്റ്റ് വൺ. ഏറ്റവും നല്ലതിന് നമ്മൾ
സെലക്ട് ചെയ്തിട്ട് ആ സെലക്ട് ചെയ്ത ബിസിനസ് ഐഡിയയിൽ വി ആർ ഗോയിങ് ടു പ്രിപ്പയർ എ ബിസിനസ് പ്ലാൻ. അതാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെ സൊല്യൂഷൻ എന്താണ്, പ്രോബ്ലം എന്താണ്, ആരെയാണ് ഞാൻ, അതിനകത്തെല്ലാം വരണം. ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്, ഞാൻ എവിടെ ഏത് ലൊക്കേഷനിലാണ് ഇത് ചെയ്യുന്നത്, എന്തുകൊണ്ട് ഞാനിത് ചെയ്യുന്നു, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ബോധ്യപ്പെടുത്താൻ പറ്റണം. ഇന്ന കാരണങ്ങളാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്, ഇതാണ് എൻ്റെ ഇത് ഞാൻ ബിസിനസ് വിജയിക്കും കാരണം ഇതാ, ബിസിനസ് മോഡൽ എന്താണ്, റവന്യൂ മോഡൽ, എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എവിടെ വിൽക്കാൻ ആഗ്രഹിക്കുന്നു, ആരാ എൻ്റെ കസ്റ്റമർ, ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അതുകൊണ്ട് അടുത്തത് സ്കീം സബ്സിഡി. ഇത് വലിയൊരു ഏരിയ ആണ് സാറേ. സ്കീം സബ്സിഡി നമ്മൾ മനസ്സിലാക്കുന്നു, നമുക്ക് ആവശ്യമുള്ള നമ്മൾ എഴുതി വെച്ചു, അല്ലെങ്കിൽ അതിൻ്റെ പുറകെ പോകുന്നു. ഇനി നമ്മൾ ആ ഒറ്റ ഐഡിയ വെച്ച് വീണ്ടും എക്സ്പെർട്ടിനെ കാണുന്നു. നമുക്ക് മെഷീൻ സപ്ലൈസ് നമുക്ക് കാണാം, ഓർഗനൈസേഴ്സ് കാണാം. എങ്കിലും ഞാൻ പറയാം ടെക്നോളജി, ഇപ്പം മീനിൽ നിന്ന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം, CIFT പോയാൽ മതി, എറണാകുളത്ത് സെൻട്രൽ ഓഫ് ഫിഷറീസ് ടെക്നോളജി. അപ്പൊ അങ്ങോട്ടൊക്കെ ആ സ്ഥാപനത്തിലൊക്കെ പോയി നമ്മൾ വേണമെങ്കിൽ അത് നോക്കുന്നു. ദെൻ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ, ഇത് എത്ര രൂപ ആവശ്യമുണ്ട്, എത്ര രൂപയാണ് ഇതിന്റെ ആവശ്യം, എത്രയാണ് എനിക്ക് ആവശ്യമുള്ളത് എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ദെൻ നമുക്ക് എന്തൊക്കെ ലൈസൻസ് രജിസ്ട്രേഷൻ ആവശ്യമുണ്ടെന്ന് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അതൊക്കെ മനസ്സിലാക്കാൻ ഞങ്ങളൊക്കെ അടുത്തൊന്നും പറഞ്ഞുതരാം കേട്ടോ. ഒരുപാട് വ്യവസായ വകുപ്പിൽ നിങ്ങൾക്ക് അവിടെയാണ് നിങ്ങൾക്ക് ആഗ്രഹം, നിങ്ങൾക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ റോൾ എന്ന് പറയുന്നത്. ഇന്ന ലൈസൻസ് വേണം, ഇന്ന കാണണം, ആ ഒരു എന്താ പറയുക, നിങ്ങൾക്കൊരു ഹാൻഡ് ഹോൾഡിംഗ് ആയിട്ട് സപ്പോർട്ടായിട്ടാണ് വ്യവസായ വകുപ്പ് നിൽക്കുന്നത്. ഒരിക്കലും ഒരു ലൈസൻസ് കൊടുത്ത് ചെയ്യുന്നൊരു സ്ഥാപനമല്ല, രജിസ്ട്രേഷൻ നമുക്ക് ആവശ്യമില്ല. ഇത് പറഞ്ഞുതരാം ഞങ്ങൾ. കാരണം ഞങ്ങൾക്ക് എല്ലാ വർഷവും ഞങ്ങൾ ഇപ്പോൾ പഞ്ചായത്ത് തലത്തിൽ സെമിനാർ നടത്താറുണ്ട്, ബ്ലോക്ക് ലെവലിൽ സെമിനാറുണ്ട്, താലൂക്ക് ലെവലിൽ സെമിനാറുണ്ട്, 15 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതായ ജില്ലാ തലത്തിൽ സെമിനാറുണ്ട്. എല്ലാം വൺ ഡേ ആണ്, പക്ഷെ 15 ദിവസം നീണ്ടു നിൽക്കുന്നതായ സൗജന്യമായ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, രാവിലെ 10 തൊട്ട് വൈകിട്ട് 4 വരെ നിൽക്കുന്നതായ പ്രോഗ്രാം ഞങ്ങൾ ചെയ്യാറുണ്ട്. വിവിധ ക്ലാസ്സുകൾ വളരെ സൗജന്യമായിട്ട് ചെയ്യാറുണ്ട്. പക്ഷെ പലരും അത് ഇത്ര കണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ലെന്നുള്ളതാണ് സങ്കടകരമായ അവസ്ഥ. EDP എന്ന് പറയും. പിന്നെ ഞങ്ങൾ 20 ദിവസത്തെ പ്രോഗ്രാം നടത്താറുണ്ട്. 20 ദിവസത്തെ പ്രോഗ്രാം ടെക്നോളജി ഡെവലപ്മെന്റ് മാനേജ്മെന്റ് പ്രോഗ്രാം എന്ന് പറയും, TMDP. TMDPക്ക് അത് 12 ദിവസം ഏതെങ്കിലും സ്കില്ലാണ്. പക്ഷേ 8 ദിവസം, മിക്കവാറും ആദ്യത്തെ 8 ദിവസം ഇന്റർനാഷണൽ, ഞാൻ ആദ്യം പരാമർശിച്ച ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ SIYB, സ്റ്റാർട്ട് ആൻഡ് ഇംപ്രൂവ് യുവർ ബിസിനസ്, നല്ലൊരു പ്രോഗ്രാമാണ്. ഞാൻ ഇതുവരെ ഞാൻ പറഞ്ഞില്ലേ, ഹൈദരാബാദിലും അഹമ്മദാബാദിലൊക്കെ പോയി ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ട്രെയിനിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് SIYB ആണ്. ഏറ്റവും ഒരു സാധാരണക്കാരന്റെ സംരംഭകനാക്കി മാറ്റുന്നത്. നമുക്കൊരു ഐഡിയ ഇല്ലെങ്കിൽ കൃത്യമായിട്ട് ഐഡിയ പറഞ്ഞിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. 20 ദിവസം മെനക്കിടണം. പക്ഷെ വളരെ നല്ല പ്രോഗ്രാം. കാരണം ആ 8 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ബിസിനസ്സിന് ഒരുമാതിരിപ്പെട്ട എല്ലാ സംഭവങ്ങളും പഠിച്ചിരിക്കും. ബിസിനസ് അക്കൗണ്ട് പഠിച്ചിരിക്കും, ബിസിനസ് പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കും, മാർക്കറ്റിംഗ് പഠിക്കും, ബൈ ചെയ്യുന്ന എങ്ങനെ വാങ്ങണമെന്ന് പഠിക്കും. ബൈയിങ് അത് വലിയ ടോപ്പിക്കാണ്. സ്റ്റാഫിനെ മാനേജ് ചെയ്യാൻ നിങ്ങൾ പഠിക്കും, സ്റ്റോക്ക് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കും, നിങ്ങൾക്ക് ഇൻവെന്ററി കൺട്രോൾ പഠിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പഠിക്കും. അത്രയും നല്ലൊരു പ്രോഗ്രാമാണ്. വളരെ സൗജന്യമായിട്ടാണ് സർക്കാർ അതിന് കൊടുക്കുന്നത്. പക്ഷേ ഗവൺമെന്റ് ലക്ഷക്കണക്കിന് രൂപ മുടക്കി പ്രോഗ്രാം ചെയ്തു. പക്ഷെ അതിന്റെ റിസൾട്ട് ഒന്നും ഒരിക്കലും ഉണ്ടാവാറില്ല. ആൾക്കാർ ചായ കുടിച്ചിട്ടൊക്കെ പോകും. കാരണം ഫ്രീ അല്ലേ, സൗജന്യമായി കിട്ടുന്നതിന് എന്തിനെങ്കിലും വിലയുണ്ടോ? ഒരിക്കലും സൗജന്യം ഉണ്ടാകും നമ്മൾ വില കൊടുക്കാറില്ല. കാരണം അത് വരുന്നവർ പറയും, ഇത് ഇത്ര രൂപ കൊടുത്താൽ കിട്ടത്തില്ല കിട്ടുന്ന ആൾക്കാരൊക്കെ പറഞ്ഞിട്ടൊക്കെ പോകും. പക്ഷെ വലിയൊരു കാര്യമായിട്ട് ഒന്ന് സംരംഭം അതിന്റെ റിസൾട്ട് ഒക്കെ അറിയാം. കാര്യമായിട്ടൊന്നും ഇത്ര പേർ സംരംഭകരായി മാറാറില്ല. പക്ഷെ നല്ല പ്രോഗ്രാമാണ്. ഞാൻ പറഞ്ഞത് ഫോംസ് ഓഫ് ബിസിനസ് ആണ്. അതായത് പ്രൊപ്പറേറ്ററി ആണോ, പാർട്ണർഷിപ്പ് വേണോ, കമ്പനി ആക്കണോ, എന്താണ് നമ്മുടെ റിക്വയർമെന്റ്സ് അത് ചെയ്യുക. അടുത്തത് നമ്മൾ ഒരു പേര് കൊടുക്കുക, നമ്മുടെ സ്ഥാപനത്തിന് പേര് കൊടുക്കുക, നമ്മുടെ ബ്രാൻഡിനും അല്ലെങ്കിൽ പ്രോഡക്റ്റ് സർവീസിനും പേര് കൊടുക്കുക. അടുത്ത നമ്മൾ നെയിം പ്രൊട്ടക്ട് ചെയ്യുക, അതായത് എടുക്കുക, പേറ്റന്റോ അങ്ങനെയുള്ള സംഭവങ്ങൾ എടുക്കണമെങ്കിൽ അത് എടുക്കുക. ദെൻ നമ്മൾ ലൊക്കേഷൻ ഫൈനലൈസ് ചെയ്യുക. ദെൻ എവിടെയാണെന്ന് ഫൈനലൈസ് ചെയ്യുക. നമ്മൾ ലൈസൻസ് രജിസ്ട്രേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക. ദെൻ ഫൈനലി നമ്മൾ നമ്മുടെ സംരംഭം ആരംഭിക്കുക. ഒരു ഐഡിയ സ്റ്റെപ്പാണ്. ഈ ഒരു സ്റ്റെപ്പിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാനായിട്ട് പറ്റും. എനിവേ സാറേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഓക്കെ സാർ, വളരെ മനോഹരമായിട്ടുള്ള സ്റ്റെപ്പുകളിലൂടെ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. തീർച്ചയായിട്ടും അതിന്റെ മുന്നോട്ട് പോകാനുള്ള എല്ലാ വഴികളും സാർ അത് പറഞ്ഞു. പക്ഷെ ഒരു സംശയം ഇതാണ്, നമ്മുടെ പ്രോബ്ലം സൊല്യൂഷൻ, അങ്ങനെ ടാർഗറ്റ് ഓഡിയൻസ്, ഇങ്ങനെ പറയുന്ന ഒരു സെറ്റ് ഓഫ് പ്രോസസ്, ക്യാപിറ്റൽ വരെയുള്ള ആ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണോ നമ്മൾ ഈ പറഞ്ഞ വ്യവസായ വകുപ്പിനെ സമീപിക്കേണ്ടത്? അതോ ഓരോ സ്റ്റെപ്പുകളും ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ട് നമുക്ക് സൗകര്യങ്ങൾ ചെയ്തു തരും? അതാ സാറേ, നമുക്ക് ഏത് സ്റ്റേജിലും വരാം. നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ, പബ്ലിക്കിന്റെ ഐഡിയ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈസി ചെയ്യാം. കാരണം പല ആൾക്കാർ വരാറുണ്ട്, അവർക്ക് ഐഡിയ ഉണ്ട്, അങ്ങനെയുള്ളവർ കാണാറുണ്ട്. ഏത് സ്റ്റേജിലും വരാം, അങ്ങനെയൊന്നുമില്ല.
പിന്നെ ഞാൻ പറഞ്ഞില്ല, ആ TMDP എന്ന് പറഞ്ഞ പ്രോഗ്രാം, ടെക്നോളജി മാനേജ്മെന്റ് ഡെവലപ്മെന്റ് 20 ദിവസം പ്രോഗ്രാമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാം? ഐഡിയ. പലരും ചിലപ്പോൾ ഐഡിയ ഇല്ലാത്തവരെ ഞാനൊരു 1/4 മണിക്കൂർ മുമ്പ് ഇരുത്തി ഐഡിയ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഉണ്ടാക്കി കൊടുത്തില്ല, ഐഡിയ ഉണ്ടാക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 8-10 മെത്തേഡ് ഉണ്ട് ബിസിനസ് ഐഡിയ കണ്ടുപിടിക്കാനുള്ള. ILOയുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ 3 ഡേ കൊണ്ടാണ് അത് തീരുള്ളൂ. ചിലപ്പോൾ 4ാമത്തെ ദിവസത്തിലേക്ക് ഉച്ചവരെയെങ്കിലും എത്താറുണ്ട്. അപ്പൊ അത്രയും ഒരു വലിയൊരു സംഭവമാണ് ബിസിനസ് ഐഡിയ കണ്ടുപിടിക്കാനുള്ളത്. അപ്പം അതിപ്പോ അവിടെയാണ് ശരിക്കും നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അതിന് പിന്നുള്ള ഈസിയാണ്. കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് ഐഡിയ, അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് മാർക്കറ്റ് കണ്ടുപിടിക്കുക. മാർക്കറ്റ് ഈസ് നത്തിങ് ബട്ട് ഐഡിയ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ചെയ്യാൻ തന്നെ ചെയ്യണമെന്ന് തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ ഈ ILOയിലൊക്കെ പഠിച്ചതൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കാറുണ്ട്. എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. നീസ്ബെഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നീസ്ബെഡ് എന്ന് പറയുന്നത് സാറേ, അത് സെൻട്രൽ ഗവൺമെന്റ് 3 നീസ്ബെഡ് ഞാൻ പോയിട്ടില്ല, ഡൽഹിയിലാണ്. 3 MSME 2 ദിവസത്തെ ട്രെയിനിങ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഡൽഹിയിൽ. അതായത് അഹമ്മദാബാദ് ഞാൻ പറഞ്ഞില്ലേ, അഹമ്മദാബാദിൽ ഒരു EDAA ഉണ്ട്, എന്റർപ്രൈസ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. അതുണ്ട്. നീസ്ബെഡ് ഡൽഹിയിലുണ്ട്. ഹൈദരാബാദിൽ നിംസ്മി ഉണ്ട്. അവിടെ ഞാൻ 1.5 മാസം ഉണ്ടായിരുന്നു. നിംസ്മി, NIMS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ് എന്ന് പറയും. ഈ 3 സ്ഥാപനങ്ങൾ നമ്മൾ നാഷണൽ ലെവലുള്ള MSMEയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, MSME എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ് എന്ന് പറയും, അതിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. പിന്നെ സ്കൂളുകളിലും കോളേജിലൊക്കെ ഇപ്പൊ YIP യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാം ഉണ്ട്. പിന്നെ കോളേജുകൾ ED ക്ലബ് ഉണ്ട് സാറേ, വ്യവസായ വകുപ്പിന്റെ ED ക്ലബ്. ഞാൻ ഈ കോട്ടയത്ത് വന്നതിന് ശേഷം ഞാൻ ചെയ്തൊരു വർക്ക് എന്ന് പറഞ്ഞാൽ, ഇവിടെ ED ക്ലബ് നമ്മൾ തീരെ കുറവുണ്ടായിരുന്നു. ഞാനിവിടെ ഗിരിദീപം സ്കൂളുമായിട്ടൊന്ന് കൈകോർത്തു, കോളേജുമായിട്ട്, ബിസിനസ് സ്കൂൾ കോളേജായിട്ട്. ഞാനിവിടെയുള്ള ഈ കോളേജുകളെ സ്കൂളിലെ മുഴുവൻ ഐഡന്റിഫൈ ചെയ്തു, കോട്ടയം താലൂക്കിനെ. എന്നിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവർക്കൊരു കത്തെഴുതി, താലൂക്ക് വ്യവസായത്തിന് കത്തെഴുതി, എൻ്റെ പേരിൽ ഒഫീഷ്യലായിട്ട് എന്താണ് ED ക്ലബ്ബ്, ഇതിന്റെ പ്രാധാന്യം എന്താ, എങ്ങനെ ഒരു കത്ത് മലയാളത്തിൽ കത്ത് എഴുതിയിട്ട് ആ കത്ത് അവർക്ക് കൊടുത്തു. എന്നിട്ട് അവിടെ നിന്ന് പുറകെ നമ്മുടെ പിള്ളേരെ വിട്ടിട്ട് അവിടെ നിന്ന് ടീച്ചേഴ്സിനെ ഒരു ദിവസം വിളിച്ചു വരുത്തി നല്ലൊരു പ്രോഗ്രാം ചെയ്തിട്ട് അവർക്ക് അന്ന് വെച്ച് അവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള രജിസ്ട്രേഷൻ ഫോം എല്ലാം കൊടുത്ത് പുറകെ നമ്മുടെ പിള്ളേരെ വിട്ടു. ഞാൻ ഒരുപാട് ED ക്ലബ്ബ് രജിസ്റ്റർ ചെയ്യിപ്പിച്ചു. 20,000 രൂപ ഒരു വർഷം കൊടുക്കുന്നുണ്ട്. കുറെ പേർക്ക് ഞാൻ തന്നെ ചെയ്തൊരു വർക്കാണ്. കുറെ പേർക്ക് നമ്മൾ, എനിക്ക് ചുമ്മാരുന്നാൽ മതി, പക്ഷെ ED ക്ലബ്ബ് കുറെ ഉണ്ടാക്കി എടുത്ത് എന്നിട്ട് ഇവർക്ക് 20,000 രൂപ വെച്ച് കൊടുക്കുകയും കൂടി. ഈ വർഷം 1 ഡെവലപ്പ് ആക്കണം. ശരിക്കും ബിസിനസ് ഡെവലപ്മെന്റ്, ബിസിനസ് MBA, ബിസിനസ് അങ്ങനെയുള്ള ഫീൽഡുകളിലൊക്കെ ഈ എന്റർപ്രണർഷിപ്പിന്റെ പ്രോസസ്സാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് MBA ഉണ്ട് സാറേ, ഉണ്ടല്ലോ പല സ്ഥാപനങ്ങളും. അല്ല MBAയുടെ ഏത് ഇതിലാണെങ്കിലും നമ്മുടെ ബിസിനസിന്റെ പാർട്ടാണ്. പിന്നെ തീർച്ചയായും അപ്പൊ അവിടെ എല്ലാം ഈ എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ആ പ്രോസസ് ഇപ്പൊ വളരെ പോസിറ്റീവായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ആർക്കാണ് സംശയങ്ങളോട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് സാർ പറഞ്ഞ പോലെ. ഒരു എംപ്ലോയി ആകാതെ സ്വയം ഒരു കമ്പനി ഓണറായി മാറുക, ഒരു ബിസിനസ് ഓണറായി മാറുക. അതിലൂടെ നമുക്ക് സ്വയം മുന്നോട്ട് പോകാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ചുറ്റുപാടും ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാം. അതിലൂടെ അനേകർക്ക് ജോലി കൊടുക്കാം. അതിനുള്ള എല്ലാം അതുപോലെ ഹൈറാർക്കിയൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് അത് കൊണ്ടുവരാം. ഇതിനേക്കാൾ ഒത്തിരി പ്രത്യേകതകളുള്ള ഇൻഡയറക്റ്റ് ആയിട്ട് കുറെ സംരംഭങ്ങൾ ഉണ്ടാവും. ഇൻഡയറക്റ്റ് ആയിട്ട് കുറെ സംരംഭങ്ങൾ ആണ് ഏറ്റവും വലിയ മറ്റൊരു കാര്യം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കും. താങ്ക് യു സർ. ഇതൊന്ന് ക്ലോസ് ചെയ്തേക്കാവോ സാർ? സാറേ, ഈയിടെ ഒരു ടയർ മിക്സിംഗ് പ്ലാന്റ് ഇവിടെ അടുത്ത് തുടങ്ങിയപ്പോ കുറച്ച് ആളുകൾ കൂടി ബഹളം വെച്ച് അതിനെ എതിർക്കാൻ പോയി. അപ്പോൾ കേട്ടത്, ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റ് ആണോ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ എന്നറിയില്ല, ഒരു നിയമ പരിഷ്കാരം അനുസരിച്ച് 3 വർഷത്തേക്ക് ഒരു സംരംഭത്വം തുടങ്ങിക്കഴിഞ്ഞാൽ യാതൊരു ലൈസൻസിന്റെ പേരിലോ നിയന്ത്രണത്തിന്റെ പേരിലോ അത് തടയാൻ പാടില്ല എന്നൊക്കെ അവിടെ പ്രസംഗിക്കുന്നത് കേട്ടു. പറഞ്ഞതില് അത്രേ ഉള്ളൂ. പറഞ്ഞതില് നെല്ലുണ്ട്, പതിരുണ്ട്. മനസ്സിലാക്കിയതില് ഞാൻ പറയാൻ കരുതല്, അത് K-SWIFT എന്ന് പറഞ്ഞൊരു സംഭവമാണ്. K-SWIFT എന്ന് പറഞ്ഞാൽ അത് വ്യവസായ വകുപ്പ് ഉണ്ടാക്കിയതാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, K-SWIFT എന്ന് പറഞ്ഞൊരു പോർട്ടലാണ്, കേരള സിംഗിൾ വിൻഡോ ഇന്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെയറന്റ് ക്ലിയറൻസ് എന്നൊരു സംഭവമാണ്, ഒരു സൈറ്റാണ്. ഈ സൈറ്റ് വഴി സാറ് പറഞ്ഞതുപോലെ ഒരു ലൈസൻസും വേണ്ടെന്നല്ല, അങ്ങനത്തെ പ്രചാരങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയല്ല, പഞ്ചായത്ത് ലൈസൻസിനെ ഓവർകം ചെയ്യാം. വളരെ ശ്രദ്ധിക്കണം, ഇനി പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. പഞ്ചായത്ത് ലൈസൻസ് അതിവിടെ എന്തിനാണെന്നറിയോ? പഞ്ചായത്തിന്റെ നിയമങ്ങളെ മറികടക്കാനല്ല.
അതായത് ഫോർ എക്സാമ്പിൾ ഒരു ഫ്ലോർ മിൽ തുടങ്ങാൻ 3 മീറ്റർ 3 മീറ്റർ അതിന്റെ സെറ്റ് ബാക്ക് വേണം. സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നമ്മുടെ ബിൽഡിംഗ് പണിതേക്കുന്നത് 3 മീറ്റർ അതിന്റെ അതിരിൽ നിന്ന് മാറി ആയിരിക്കണം എന്നൊരു നിയമം വിചാരിച്ചു. 3 മീറ്റർ പഞ്ചായത്ത് ചെല്ലുമ്പോൾ നമ്മൾ 2.5 മീറ്റർ ഉള്ളെങ്കിൽ അവർ വന്ന് കാണും, കണ്ടിട്ട് അവർ മാറ്റി വയ്ക്കാൻ നമുക്ക് പറഞ്ഞു തരും അല്ലേ? പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളാ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു അക്നോളജ്മെന്റ് ഉണ്ടാക്കിയെടുക്കുക. അതായത് ഗവൺമെന്റ് നമ്മൾ വിശ്വാസം എടുക്കുക. നമ്മൾ പറയും 3 മീറ്റർ ഉണ്ട്, അതല്ല 4 മീറ്റർ ഉണ്ട്, നമ്മളെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അക്നോളജ്മെന്റ് കിട്ടും. ഈ അക്നോളജ്മെന്റ് വെച്ചുകൊണ്ട് 3 വർഷത്തെ പറഞ്ഞത് ശരിയാണ്, 3 വർഷത്തേക്ക് പഞ്ചായത്ത് ലൈസൻസ് എടുക്കേണ്ട എന്നുള്ളതാണ്. എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ 3 വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും എടുക്കാം. എടുക്കരുതെന്നല്ല, എടുത്തില്ലേലും കുഴപ്പമില്ല. വ്യത്യാസം മനസ്സിലായല്ലോ? അതായത് എനിക്കൊരു പഞ്ചായത്ത് ലൈസൻസ് താമസം വരുന്നു, ഞാൻ വാടക കൊടുത്ത് നിൽക്കുകയാണ്, എനിക്കിതെടുത്ത് അങ്ങ് തുടങ്ങാം. പക്ഷേ ഫുഡാണെ ഫുഡ് സേഫ്റ്റി എടുത്തിരിക്കണം. മനസ്സിലായോ? ലീഗൽ മെട്രോളജി ഉണ്ടെങ്കിൽ എടുത്തിരിക്കണം. സോപ്പാണെങ്കിൽ ഡ്രഗ്സ് എടുത്തിരിക്കണം. പൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതെടുത്തിരിക്കണം. പഞ്ചായത്ത് ലൈസൻസ് ഒരു ലൈസൻസും വേണ്ടെന്നല്ല, അത് ആൾക്കാർ തെറ്റിദ്ധാരണയാണ്. ഇത് ആർക്കറിയാമോ? ആധികാരികമായി പറഞ്ഞതല്ലേ, ആൾക്കൂട്ടത്തെ ആവേശം പൊടിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാണെന്ന്. അല്ല, ഞാനൊരു പറയാം. ഇത് ആർക്കാണെന്നറിയുമോ? ട്രേഡിങ്ങിനല്ല, കച്ചവട സ്ഥാപനങ്ങൾക്കല്ല, പ്രൊഡക്ഷനും സർവീസിനും വേണ്ടി മാത്രമേ ഉള്ളൂ. പൊല്യൂഷൻ കൺട്രോളിന്റെ റെഡ് കാറ്റഗറി വരാത്തതിന് മാത്രമേ ഉള്ളൂ. റെഡ് കാറ്റഗറി വരരുത്, പ്രൊഡക്ഷനും സർവീസിനും വേണ്ടി മാത്രമേ ഉള്ളൂ. 10 കോടി താഴെ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഇത് വാലിഡ് ആവുള്ളൂ. ഇതെല്ലാം അറിയോ? ഇത് വന്ന സമയത്ത് എറണാകുളത്ത് മീൻ കച്ചവടക്കാരൻ ചേർന്ന് ഇതെടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ കയറി പിടിച്ചു. പുള്ളി ഇത് പൊക്കി കാണിച്ചു, വ്യവസായ വകുപ്പ് വന്ന ലൈസൻസാ എന്നും പറഞ്ഞു ഭയങ്കര വിഷയമുണ്ട്. അവസാനം EP ജയരാജൻ മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് എറണാകുളം ജീവനെ വിളിച്ച് ചോദിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി. സ്പെഷ്യൽ കൊടുക്കണമാണ്. സത്യത്തിൽ തെറ്റി ചേട്ടന്റെ ഭാഗത്താണ്. അദ്ദേഹത്തിന് അറിയില്ല പാവപ്പെട്ടവനാരോ പറ്റിച്ച. കാരണം മീൻ കച്ചവടം ട്രേഡിങ്ങിന് എന്ത് വാലിഡല്ല. നമ്മൾക്ക് എടുക്കണം, നമ്മൾ ടൈപ്പ് ചെയ്തതനുസരിച്ച് എന്ത് ചെയ്യും? കമ്പ്യൂട്ടർ സാധനം ഉണ്ടാക്കി തരും. പറഞ്ഞ് മനസ്സിലായോ? കമ്പ്യൂട്ടർ അറിയത്തില്ലോ. ഇപ്പൊ 3 മീറ്റർ ഞാൻ പറഞ്ഞില്ലേ, 3 മീറ്റർ മാറണം. 2.5 മീറ്റർ ആണെങ്കിൽ നമ്മൾ 3 മീറ്റർ അടിച്ചു കൊടുത്താൽ കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് തരും. മനസ്സിലായില്ലേ? പക്ഷെ 3 വർഷം കഴിയുമ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി വരുമ്പോൾ 3 മീറ്റർ ആണെങ്കിൽ 2.5 മീറ്റർ ആണെങ്കിൽ 5 ലക്ഷം ഒരു 5 ലക്ഷം രൂപ വരെ അവർക്ക് പിഴയിടാം. പൊളിച്ചു മാറ്റാൻ പറഞ്ഞാൽ പൊളിച്ചു മാറ്റണം. അപ്പൊ അതുകൊണ്ട് നിയമം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഈ വഴിക്ക് പോകാവുള്ളൂ. പഞ്ചായത്തിൽ പോകണമെന്ന് ഇത്തിരി നല്ല എന്നറിയോ? നമ്മൾ സേഫാ. കാരണം അവർ ഒപ്പിട്ട് അതിനപ്പുറം മാറാതിരുന്നാൽ മതി. ഇവിടെ ആരും കാണുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, പഞ്ചായത്ത് ലൈസൻസ് കിട്ടാൻ അർഹതയുള്ള യൂണിറ്റിനെ എന്തിനും അർഹതയുള്ളൂ? KSFിന് അർഹതയുള്ളൂ. എന്നാൽ പഞ്ചായത്തുകാർ തരുന്നില്ല, എന്നാൽ പിന്നെ ഞാൻ കേസ് എടുത്തേക്കാം. അങ്ങനെയല്ല നോക്കേണ്ടത്. കാലതാമസം വരുന്നു, അല്ലെ ക്ലർക്ക് വടില്ല, അല്ലെങ്കിൽ കുറച്ച് താമസം വരുന്നെങ്കിൽ ഞാൻ തൽക്കാലം എടുത്തു തുടങ്ങും. ഇതെടുത്തതിന് പിറ്റേ ദിവസം പഞ്ചായത്തിൽ പോയി എടുക്കാന്നേ, ലൈസൻസ് എടുക്കാം. പക്ഷെ 3 വർഷം നമുക്ക് സാവകാശം ഉണ്ടെന്ന് പറഞ്ഞില്ല. ക്ലിയർ ആയല്ലോ? താങ്ക് യു സർ. സാറേ, വളരെ ഒത്തിരി ഇൻഫർമേഷൻസ് കിട്ടിയ ഒരു ക്ലാസ് ആയിരുന്നു. വളരെ സന്തോഷമുണ്ട്. സാറ് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഓർക്കുക, എൻ്റെ ചെറുപ്പത്തില് ഈ മറ്റേ വെളിച്ചെണ്ണ മില്ലുകളൊക്കെ തുടങ്ങുന്ന കാര്യങ്ങൾ, അതുപോലുള്ള റൈസ് മില്ല്, അതൊക്കെ ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിൽ കൂടുതലായിരുന്നു. ഇപ്പൊ പിന്നെ വെളിച്ചെണ്ണ മില്ലുകളുടെ ശവപ്പുറമ്പായി കേരളം മാറി എന്നവരെ പറയുന്ന വേറൊരു കൃത്യമായ വിപണി സന്ദർഭം കേൾക്കാനിട വന്നു. നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നത് അത് പ്രധാനപ്പെട്ട കാര്യം. നമ്മളെ ചെറുപ്പം മുതലേ കേൾക്കുന്നത് പഠിച്ച് നല്ല ജോലി മേടിക്കണം, പഠിച്ച് മിടുക്കനാവണം, നല്ല ജോലി മേടിക്കണം. ഇത് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഈ വളരെ അടുത്ത കാലത്താണ് ഈ സംരംഭകത്വം ഒക്കെ തുടങ്ങണം, ഇത് നല്ലതാണ് എന്ന് പറയാൻ കേൾക്കാനും ഒക്കെ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ വളരെ രസകരമായ ഒരു കഥ ഇതുപോലെ ഒരു ക്ലാസ്സിൽ കേട്ടതാണ്. ഒരു നാട്ടിൽ വളരെ ഭേദപ്പെട്ട കുടുംബത്തിൽ, നല്ല സമ്പന്നമായ ഒരു കുടുംബത്തിൽ ഒരു പെണ്ണിനെ കല്യാണാലോചനയൊക്കെ ആലോചിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ആലോചന വന്നപ്പോൾ പറഞ്ഞു, എന്താ പരിപാടി? ബിസിനസ്സുകാരനാണ്. ബിസിനസ്സുകാരനൊന്നും കൊടുക്കില്ല, നല്ല ഉദ്യോഗമുള്ളവനെ കൊടുക്കൂ. വീട്ടുകാർ കല്യാണം സമ്മതിച്ചില്ല. കുറച്ച് കഴിഞ്ഞ് ഒരു കൊള്ളാം വലിയൊരു അതെ ജോലിക്കാരനെ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ജോലിക്കാരനാണെന്ന് പറഞ്ഞ് വേറൊരാള് നല്ല പ്രൗഢിയിൽ വന്നു, അവന് കൊടുത്തു. അപ്പൊ മണവാളച്ചെറുക്കൻ മണവാട്ടിയുടെ വീട്ടുകാരും ഒക്കെ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നു. സ്വീകരിക്കാൻ നിൽക്കുന്നത് ഇയാളുടെ മറ്റേ മാനേജർ വരും, MD വരും. MDനെ സ്വീകരിക്കാനാണ് നിൽക്കുന്നത്. അപ്പൊ ഈ മണവാട്ടി പെണ്ണ് നോക്കുമ്പോ ആദ്യം കാണാൻ വന്ന ചെറുക്കനാണ് MD ആയിട്ട് വരുന്നത്. അയാളുടെ ബിസിനസ് എന്ന് പറഞ്ഞപ്പോ സമൂഹം അങ്ങനെയാ നോക്കി കാണുന്നത്. അത് പറഞ്ഞ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ കാഴ്ചപ്പാടിൽ മാറ്റം വരും. കാഴ്ചപ്പാടിലാണ് ആദ്യം മാറ്റം വരുന്നത്.
അതെ അതെ. സത്യമാണ്. സ്കൂളുകളിൽ ഇപ്പൊ സാബു സാർ പറഞ്ഞ പോലെ അതുകൊണ്ടാണ് സ്കൂളുകളിലാണ് ഈ മാറ്റം കോളേജുകളിലും തുടങ്ങുന്നത്. നമ്മൾ ഇത് കൊടുക്കുന്നത്, ഗവൺമെന്റ് കൊടുക്കുന്നത്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. ഒരുപാട് വളരെ നല്ല. ചെറുപ്പക്കാരോട് സംസാരിക്കാൻ പോകാറുള്ളതാണ്. അപ്പം നല്ലത്. അത് ഇതാ. പ്രത്യേകിച്ച് അവരോട് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. സാറേ പറഞ്ഞു. വിനോദ പറയും. ആരെല്ലാം ഉണ്ടോ? വളരെ നല്ല സെഷൻ ആയിരുന്നു താങ്ക് യു. സാറിന്റെ. വളരെ ഇൻഫോർമേറ്റീവ് ആയ സെഷൻ. ഏകദേശം 15 പോയിന്റ്സോളം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഒരുപാട് താങ്ക്സ് പറയാണ് സാറിന്റെ അടുത്ത് ഇത്രയും നല്ലൊരു സെഷൻ നമുക്ക് എടുത്തു തന്നതിന്. ഓക്കെ, താങ്ക് യു. സാറിന്റെ ക്ലാസ് തുടർന്ന് നമുക്കുണ്ടാവും. സാറ് ഇഷ്ടംപോലെ അറിവുകൾ ഇത് ഈ പ്രത്യേകിച്ച് ഡിപ്പാർട്ട്മെന്റിലായതുകൊണ്ട് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആ ക്ലാസ്സിൽ എടുക്കാം. മോഹൻദാസ് സാർ. ഗൗതം സാറേ, ഒരു കാര്യമുണ്ട്. പറയൂ. എന്റെ മരുവൻ 35 years ആയിട്ടുണ്ട്, 38 ആയിട്ടുണ്ട്. പുള്ളി നേരത്തെ സിംഗപ്പൂരിലായിരുന്നു. വീട് എവിടെയാ? തിരുവനന്തപുരമാണ്. ഓക്കെ. പുള്ളി നേരത്തെ സിംഗപ്പൂരിലായിരുന്നു. അവിടെ പിന്നെ ഷിപ്പ് കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ക്വാളിറ്റി ഇൻസ്പെക്ടർ ആയിരുന്നു. കോവിഡ് ടൈമിൽ ഇങ്ങോട്ട് വന്നു. പുള്ളിയും പുള്ളിയുടെ ഒരു സുഹൃത്തുമായിട്ട് ബിസിനസ് തുടങ്ങിയാണ്. അത് ഹോൾസെയിൽ പ്രൊവിഷൻസിന്റെ കാറ്ററിംഗ് യൂണിറ്റിനും ഹോട്ടലും അങ്ങനത്തെ ഉള്ളതിലൊക്കെ കൊടുക്കാനുള്ളതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിനെ നമ്മൾ പറഞ്ഞില്ലേ, കുറച്ച് ഈ പറഞ്ഞ ഈ ടെക്നിക്കലായിട്ടും അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് നമ്മളെ എങ്ങനെ കിട്ടും. ഇപ്പൊ ഒരു 1.5 കൊല്ലമായിട്ടുണ്ട്. അപ്പം അതിൽ ഒരാൾക്ക് എന്നിട്ട് കംപ്ലീറ്റ് നേരത്തെ പുള്ളി മാർക്കറ്റിംഗ് ആയിരുന്നു. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ബാനിലെ കൊണ്ട് സാധനങ്ങൾ എത്തിക്കുന്ന ആ ഇതായിരുന്നു. അപ്പൊ അതിന്റെ അങ്ങയുടെ എക്സ്പീരിയൻസും ദൈവത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ചേർന്നിട്ടാണ് ഇവര് ഒരു ലൊക്കേഷനിൽ 2 കടയെടുത്ത് അവിടെ സാധനങ്ങളൊക്കെ പ്രൊക്യൂർ ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ നമ്മുടെ ഒരു അഡ്വൈസ് കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പോഴും പറയണ്ട. പറയാൻ പറ്റുള്ളൂ. അതെ 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 ഒരു ഡിസ്കഷൻ. അപ്പൊ അതിലേക്കുള്ള ഇതിലുള്ളത്. കാരണം നമുക്ക് പ്രൊഫഷണലായിട്ട് ഈ സാർ പറഞ്ഞല്ലേ, നമുക്ക് എന്നിട്ട് പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്റർപ്രിനറോട് വരേണ്ട കാര്യമില്ല. അപ്പം സിസ്റ്റം നോക്കിയാൽ മതി. ആ സിസ്റ്റം എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതാണ് അറിയുന്നത്. അപ്പൊ ഞാൻ പറയാം, ഇപ്പോഴും വേണ്ട, പേഴ്സണലായിട്ട് ഒരു ലേബർ മാനേജ്മെന്റ് സെഷൻ നമുക്ക് എടുക്കാം. ലേബർ മാനേജ്മെന്റ് ഞാനൊരു ക്ലാസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ലേബർ. കേട്ടോ സാറേ? ഞാൻ സാറിന് അത് അയച്ചു തരാം സാറേ. ഞാൻ ഈ ഞങ്ങളുടെ മാസിക ഉണ്ട്, വ്യവസായ കേരളം എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് മാസിക. ഞാൻ 5-8 വർഷമായിട്ട് അതിനകത്ത് സ്ഥിരം ഒരു കോളം ചെയ്യുന്നുണ്ട്. ടെക്നോട്രൻസ് എന്നൊരു കോളം, എന്റെ കോളം. വിവിധ ഹൈ എൻഡ് ടെക്നോളജികൾ ബിസിനസിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു. ഇപ്പം പബ്ലിഷ് ചെയ്ത് വന്നത് ന്യൂറോ ടെക്നോളജി ആയി. ചിന്തകൾ കൊണ്ട് കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സംഭവം ന്യൂറോ ടെക്നോളജി. നമുക്ക് അങ്ങോട്ട് ഞാൻ ചിന്തിച്ചാൽ മതി, നമ്മുടെ ഫംഗ്ഷൻ ഒരുമിച്ച് ഞാൻ ചിന്തിച്ചാൽ മതി, സാറിന് മനസ്സിലാവും ഈ കാലഘട്ടത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂറോ ടെക്നോളജി. അപ്പൊ അതിപ്പോ എഴുതി നിർത്തി. ഇപ്പൊ റീറ്റെയിൽ ആണ് ഇപ്പൊ അയച്ചു കൊടുത്തത്. ഇപ്പം പബ്ലിഷ് ചെയ്തത് ഇതാ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് കൂടാതെ ഒരു ആർട്ടിക്കിൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ സാറിന് അയച്ചു തരാം. ലേബർ മാനേജ്മെന്റ്, ലേബർ മാനേജ്മെന്റ് മാനേജ് ചെയ്യണമെന്നുള്ളത് വെച്ചാൽ അത് ഞാൻ ക്ലാസ് ആക്കി മാറ്റി സ്ലൈഡ് ആക്കി ഇട്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും എടുക്കാം. ഓക്കെ, അടുത്ത പ്രാവശ്യം എടുക്കാം. ജ്യോതികുമാർ സാർ. യെസ് സാർ, നമസ്കാരം. നമസ്കാരം. വളരെ ആവേശോജ്വലമായ ഒരു ക്ലാസ് സാർ, സമ്മതിച്ചു. നല്ല ഉന്മേഷദായകം, നമുക്ക് ഉടനെ തുടങ്ങണം തോന്നത്തക്ക രീതിയിലേക്കുള്ള ഒരു പ്രതിപാദനം, സമ്മതിച്ചു. അതിന് നല്ല പോയിന്റ്സും സാർ നന്നായിട്ടാണ് പറഞ്ഞത്. ശരിയാണ്, ചിറ്റപ്പള്ളിയിലൂടെയാണ് തുടങ്ങിയത്. അത് വളരെ വളരെ ശരിയാണ്. കാരണം അവർക്ക് മാത്രമേ ജനറേഷൻ കൈമാറാൻ പറ്റുള്ളൂ അല്ലേ. ഇപ്പോൾ മനോരമയും അതേപോലെ തന്നെയാണ്. വലിയ വലിയ ആളുകളെല്ലാം അങ്ങനെ തന്നെ നമുക്ക് വളരെ വിസിബിൾ ആയിട്ടുള്ളതാണ്. മലയാള മനോരമയൊക്കെ എത്രയോ താവഴികളായി അങ്ങനെ കൊണ്ടുപോവുകയാണ്. വളരെ അന്തസ്സോടുകൂടി പറയാം. ഗുഡ്. വളരെ നല്ല പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നല്ലൊരു ഐഡിയ നമുക്കൊക്കെ കിട്ടി സാറിൻ്റെ അടുത്ത് നിന്ന്. നന്നായിട്ടു. അതേ സമയത്ത് വേറൊരു പോയിന്റും കൂടി ഞാൻ പറയാണ്. സാറിനെ പോലുള്ള ആളുകൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വേണം, താഴെ ലെവൽ മുതൽ മേലെ വരെ. എന്തിനാന്ന് വെച്ചാൽ ഈ ലോവർ ലെവലിലേക്ക് നമ്മൾ പോയിട്ട് നേരത്തെ പറഞ്ഞില്ലേ പല പല പെർമിഷൻസും കിട്ടാൻ, അവിടെ എത്തുമ്പോൾ ഒരു കളിപ്പീരുണ്ട്. അത് നമ്മളെ ചടപ്പിച്ച് കളയുന്നു. അത് സാറൊക്കെ ഇത്രയും ആവേശത്തിലൊക്കെ പറയുകയും അതിന് സംരംഭത്തിൽ പറയുകയും വരൂ വരൂ നമുക്ക് തുടങ്ങാമെന്ന് പറയും. പക്ഷെ അവിടെ ചെല്ലുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രയാസങ്ങളാണ് ആളുകളെ വല്ലാതെ പിറകോട്ടടിക്കുന്നത്. സ്റ്റാർട്ടപ്പിന് ഇപ്പം കൊടുക്കുന്നൊരു പ്രാധാന്യമുണ്ട്, അത് ശരിയാണ്. ആ സ്റ്റാർട്ടപ്പിലേക്ക് നമ്മൾ അവരെ IT മേഖലയിൽ അതേ ലെവലിൽ തന്നെ ഇവിടെയും ഒരു സംവിധാനം വേണം. ലോവർ ലെവലിലും ലോക്കൽ ലെവലിലും അതേ ഒരു സംവിധാനവും ഒരു ഇതും കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാർ അവസരം കിട്ടുന്ന സമയത്ത് എല്ലാ പ്ലാറ്റ്ഫോമിലും അത് അടിക്കണം. എങ്കിലേ ഞങ്ങൾ എന്താ അറിയോ ക്ഷീണിച്ചവസരമായി പോവാണ്.
ഓരോന്നിന്റെ പിന്നാലെ അതെ ഇറങ്ങി. അതെ അതുകൊണ്ട് മാത്രം. ഓക്കെ, താങ്ക് യു. ഞാൻ ഉൾപ്പെടെയുള്ള സർക്കാർ താങ്ക് യു ഉദ്യോഗസ്ഥർ വെരി മച്ച്. താങ്ക് യു സർ. ഞാൻ ഉൾപ്പെടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സംരംഭം ഉണ്ടെങ്കിലേ നമുക്ക് അന്നം കിട്ടുള്ളൂ എന്നുള്ള ചിന്തയില്ല. കാരണം ഈ മരത്തെ പിടിച്ച് കുലുക്കാൻ പറ്റുകയല്ലോ. ഇതൊരു സൈക്ലിക് പ്രോസസ് ആണ്. ഇവരുടെ ടാക്സ് കിട്ടിയെങ്കിലേ ട്രഷറി പൈസ ഉണ്ടാവുള്ളൂ. ഈ ചിന്ത ഒരു ബോധം ലോക്കൽ ലെവലിൽ പൊതുവെ പല ഉദ്യോഗസ്ഥർക്കും ഇല്ല. അതാണ് ഒരു പ്രശ്നം. അതുകൊണ്ടാണല്ലോ സർക്കാർ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ ഇങ്ങനെ ഒരു കാരണമല്ല, പല കാരണമുണ്ട്. അവർ ബ്ലെയിം ചെയ്ത ഒരു കാര്യം. പിന്നെ നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, എന്താ പറയാ, കൊപ്ര, അരി, എണ്ണയാട്ടുന്നു, ടീ ഷോപ്പ്, ഒരു ചെയിനാണ്. അത് ചെയിനാണ്. ആ ചെയിൻ അത് ഓർത്തുകൊണ്ട് വേണം നമ്മൾ എല്ലാത്തിനും കൊടുക്കേണ്ട പെർമിഷൻ. ഒന്ന് മാത്രമല്ല, 1 by 1 ആയിട്ട് മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യാണ് അല്ലെങ്കിൽ ഗ്രോ ചെയ്യാണ്. ആ ഒരു ആംഗിള്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. പിന്നെ മറ്റു കാര്യം കൂടെ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാം. നമ്മുടെ നിയമങ്ങൾ ഫ്രെയിം ചെയ്യുന്നത് നിയമസഭയിലും പാർലമെന്റിലും. നമ്മുടെ ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ആക്ട് ആണെങ്കിലും ഫുഡ് സേഫ്റ്റിയുടെ ആണെങ്കിലും ലീഗൽ മെട്രോ, ഇങ്ങനെയുള്ള മിക്ക ആക്ട്, അതുകൊണ്ടാണ് ഈ കേസ് ഇട്ടുകൊണ്ട് നമുക്ക് ഇതിനെ മറികടക്കാൻ പറ്റാത്തത്. ഞാൻ പറഞ്ഞില്ല, കേസ് ഇട്ടുകൊണ്ട് പഞ്ചായത്തെ മറികടക്കാൻ പറ്റുള്ളൂ. പക്ഷേ മറ്റേത് സെൻട്രൽ ഗവൺമെന്റ് ആക്ടാണ്, നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരുടെ മുമ്പിലുള്ള കാണുന്ന ആരെന്നറിയോ? ഈ സംരംഭന്റെ കുപ്പായ അയച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. അപ്പൊ സാധാരണക്കാരുടെ ഫേവർ രീതിയിലാണ് ഇവിടെ നിയമങ്ങൾ MP-മാരും MLA-മാരും ഫ്രെയിം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് സംരംഭം ഇച്ചിരി ബുദ്ധിമുട്ട് വരും. പറഞ്ഞ സാർ മനസ്സിലായോ? കാരണം ഞാൻ കഴിഞ്ഞിട്ടേ സംരംഭമുള്ളൂ. എനിക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം, എനിക്ക് ശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരു കമ്പനി മുങ്ങുന്നുള്ളൂ. അവർക്ക് പ്രാധാന്യമുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കമ്പനി വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം, എൻ്റെ സൗണ്ട് പൊല്യൂഷൻ അനുഭവിക്കാതിരിക്കാനുള്ള ആ സ്വാതന്ത്ര്യം, എനിക്ക് നല്ല ശുദ്ധവായു കിട്ടാനുള്ള സ്വാതന്ത്ര്യം, ഇതിനാണ് നിയമങ്ങൾ ഫ്രെയിം ചെയ്യുക. ആദ്യം ഇമ്പോർട്ടൻ്റ്. പിന്നെ അത് ആ രീതിയിലാണ് നിയമം ഫ്രെയിം ചെയ്ത് വരുന്നത്. പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ, അവരുടെ ആറ്റിറ്റ്യൂഡ് പ്രധാനപ്പെട്ട കാര്യം. ഇതവിടെ നിൽക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് എന്താ പറയുക, ഇതൊന്ന് ലഘൂകരിച്ച് ഇവരൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചിന്തിക്കേണ്ടത്. ഞാൻ എൻ്റെ ഇന്നലെ ഒരാൾ വിളിച്ചു, PMEGP, ഒരു വലിയ കമ്പനിക്കാരനാണ് വിളിച്ചത്. PMEGP എന്ന സ്കീമിനെ പറ്റി ചോദിച്ചു. എന്നോട് ചോദിച്ചു, സാറേ ഒരു സ്വിമ്മിംഗ് പൂൾ ചെയ്യാൻ പറ്റും? ഞാൻ അവിടെ നിന്ന് സ്വിമ്മിംഗ് പൂൾ ചെയ്യാൻ പറ്റത്തില്ല, സത്യത്തിൽ PMEGP ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ കാര്യകാരണ പറഞ്ഞു. പക്ഷെ പറ്റാത്തത് കൊണ്ടാണ്, നിയമം അനുവദിക്കാത്തത് കൊണ്ടാണ്. പക്ഷെ ഞാൻ ഇതിന് മുമ്പ് ഒരാൾ വരുമ്പോൾ എങ്ങനെ ചെയ്തു കൊടുക്കാം, ഇച്ചിരി ഒന്ന് വൈവർ ചെയ്താലും ഒന്നും വളയമില്ലാതെ ആളിയാലും അതാ ചെയ്തു കൊടുക്കും. പക്ഷെ ആ രീതി ചിന്തിക്കണം. ഈ നിയമത്തിന്റെ ആ കാലിൽ കൂടെ മാത്രം ഉദ്യോഗസ്ഥരും കൂടെ മാറേണ്ടിയിരിക്കുന്നു. എല്ലാവരും മാറണം. ഞാൻ ഫേസ്ബുക്കിൽ ചുമ്മാ ഒരു ചെയ്തി, കാശുള്ളവനെ ബഹുമാനിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞൊരു പേരെന്നാ, മേഘം സിനിമയിൽ ശ്രീനിവാസൻ പറയുന്ന ഡയലോഗുണ്ട്. അപ്പൊ അത് കോട്ട് ചെയ്തിട്ട് ഞാനൊരു ചുമ്മാ ഒരു കുറിപ്പ് ചെയ്തു. കാശുള്ളവരാരാ? ശരിക്കും സംരംഭകനാ. ഉദ്യോഗസ്ഥൻ, എന്നെ പോലുള്ള ഉദ്യോഗസ്ഥർ ബഹുമാനിക്കാൻ പഠിക്കണമെന്നേ. കാരണം അവരുണ്ടെങ്കിലേ ബാക്കിയുള്ളവർ ഉള്ളൂ. ഈ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മളൊന്ന് മാറി ചിന്തിക്കും. മാറിക്കോളും. ഇവിടുത്തെ പിള്ളേരെല്ലാം വെളിയിൽ പോവില്ലേ, ചിന്തിച്ചോളും. ആരാ ഉള്ളൂടെ? നാളത്തെ തലമുറ എവിടെ പോയി എനിക്കറിയത്തില്ല. ഒറ്റ ഇവിടെ ഇല്ല. ക്വാളിറ്റി ഉള്ളതൊന്നും സർക്കാർ സർവീസിൽ വരുന്നില്ല. അതുകൂടെ പറയാം. പറഞ്ഞപ്പോൾ ഈ പറയുമ്പോൾ എനിക്ക് ആവശ്യമുള്ളൂ. ഞാനൊക്കെ BTech പഠിക്കുന്ന സമയത്ത്, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാ, ഒരു ക്രീമി ബാച്ചുണ്ട്, ഒരു 80% മുകളിലുള്ളത്. BTech 80%, 10 തൊട്ട് 80%. ഈ ക്രീമി ബാച്ചിനെല്ലാം വരുന്ന എവിടെയാണെന്നറിയോ? ഗവൺമെന്റ് കോളേജല്ല. ഞാൻ പഠിച്ചത് എയ്ഡഡ് കോളേജിലാണ്, സർക്കാർ ഫീസിലാണ് പഠിച്ചത്. കൊല്ലം TKM-ൽ. MTech ഗവൺമെന്റ് കോളേജ് തൃശ്ശൂർ പോവാം. പിന്നെ നമ്മുടെ കൂടെ പഠിച്ച ക്രീമി ബാച്ചിനെല്ലാം, അതായത് ഞാനും നിങ്ങളും, അല്ലെങ്കിൽ അന്ന് എനിക്ക് ജോലിയില്ല, എൻ്റെ അപ്പനും അമ്മയും അവർ സാധാരണക്കാരുടെ അരിക്കും ഉപ്പിനും മുളകിനും ടാക്സ് കൊടുക്കുന്ന സാധാരണക്കാരുടെ പൈസ കൊണ്ട് പഠിക്കുന്ന ഇവരാദ്യം സോഫ്റ്റ്വെയർ കമ്പനിയുടെ ബുക്ക് കൊണ്ടുപോകും. മനസ്സിലായോ? മറ്റ് ബ്രാഞ്ച്, മറ്റ് എഞ്ചിനീയറിംഗ് മാത്രമേ ഞാൻ പറയുന്നത്. ഇവിടുത്തെ ക്രീമി ബാച്ചിനെ അവർ ബുക്ക് കൊണ്ടുപോയി. അവർ അമേരിക്കയിലൊക്കെ അവരങ്ങ് പോയി, വിദേശ രാജ്യങ്ങളോട്. അടുത്തൊരു ബാച്ചുണ്ട്, ഇച്ചിരൂടെ മാർക്ക് കുറഞ്ഞ, അവർ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കയറും. ഇവിടെ വർക്ക് ചെയ്തിട്ട് പിന്നെ പൊതുമേഖലാ സ്ഥാപനം. ബാക്കി ഞങ്ങളപ്പോൾ ഒരു പാഴ് എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഞങ്ങൾ അവസാനം സർക്കാർ സർവീസിൽ വന്നു കയറും. ഞങ്ങളുടെ പൊട്ടൻഷ്യൽ നശിച്ച്, ഞങ്ങളുടെ സബ്ജക്റ്റ് മറന്നുപോയി. ഇപ്പൊ എനിക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. പെർമിറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ വാവുള്ളൂ. ഒരു കാലത്ത് എനിക്ക് നന്നായിട്ട് സബ്ജക്റ്റ് ആയിരുന്നു. കാരണം ക്രിയേറ്റിവിറ്റി നശിച്ച് ആ ഒരു രീതിയിലാണ് പറഞ്ഞത്, നമ്മുടെ സബ്ജക്റ്റോടെ വന്നത്. പിന്നെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് നമ്മളിവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആ സിസ്റ്റത്തിന് കൂടെ ചേർന്ന് പോവാ. യൂണിയനും ഉണ്ടാക്കി, ജെയും വിളിച്ച് യൂണിയന്റെ പരിപാടിക്ക് പോയി. ഈയിടെ ഒരു കോളേജ് ക്ലാസ് എടുക്കാൻ പോയി. പലരും ഞാൻ പറഞ്ഞില്ല, സർക്കാർ കോളേജ്. അവിടെ ചെന്നപ്പോൾ അധ്യാപകരെല്ലാം ഗസറ്റ് ഉദ്യോഗസ്ഥരാണല്ലോ, പോളിടെക്നിക്കിലാണ്. ഒറ്റ അധ്യാപകരില്ല. എന്നെ വിളിച്ച കൂട്ടുകാരനും പോയി. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ പോകാണ്ടിരിക്കാൻ പറ്റത്തില്ല, ഞാൻ യൂണിയന്റെ അതാണ്, ഗസറ്റ് ഓഫീസ് യൂണിയന്റെ എന്ന് പറഞ്ഞ് 2 ദിവസം അവർ പിള്ളേരോട് ചുമ്മാ ഇരിക്കുക. ഇതാണ് അവസ്ഥ. എന്തോ ചെയ്യും? ആറ്റിറ്റ്യൂഡ് മാറാം.
അതേപോലെ റോയ് കാശുള്ള സാർ ചെറുക്കന്മാർക്ക് പിടിക്കണം. എന്തോ റോയ് സാർ കൂടെ അഡ്മിറ്റ് ചെയ്തു. മുൻകൂട്ടി ചെയ്താ OEMC ഒരാളുണ്ട്. നാസർ, പറയും. നിലവിലുള്ള ഒരു ബിസിനസ്സിന് ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ചില ഘടകങ്ങളുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചേച്ച് കാശുകൾ ഒരു ബിസിനസ് അങ്ങ് തുടങ്ങിയേക്കാന്ന് പറഞ്ഞ് ആരും സ്റ്റാർട്ട് ചെയ്ത് വരാറില്ല. രണ്ട്, ഇപ്പൊ താല്പര്യമുള്ള ഒരാള് ഒരു ബിസിനസ് കണ്ടുപിടിച്ചു, കുഴപ്പമില്ല എന്ന് തോന്നിയാൽ ഈ ഗൈഡ് ലൈൻസും എല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം തുടങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ട്, തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഈ ഘടകങ്ങളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് പ്രോഗ്രസ് ചെയ്യാനേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഈ കൊച്ചൗസേപ്പ് പുള്ളിയൊക്കെ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടില്ല. എനിക്കറിയാവുന്നതാണ്. എൻ്റെ കുറേ സുഹൃത്തുക്കളെ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഹൃത്തുക്കളെല്ലാം കൂടി ഈ ഇയാത്ത ജംഗ്ഷനിൽ വേറെ പേരിയം വിട്ടു ഒരു ഇത് തുടങ്ങി, സ്റ്റെബിലൈസർ എന്നും പറഞ്ഞിട്ട്. ഞാനിത് എന്നാന്ന് ചോദിച്ചപ്പോൾ ഇത് അന്ന് നിലവിൽ സ്റ്റെബിലൈസർ ഇല്ല. എന്നാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിങ്ങനെ ഈ വോൾട്ടേജ് ഒക്കെ വരുന്നത് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ് എന്ന് പറഞ്ഞാണ് അത് തുടങ്ങിയത്. പക്ഷേ ഇതിനങ്ങ് ഒരു മാർക്കറ്റും കണ്ടില്ല, ഒന്നുമില്ല. അങ്ങനെ അവർ കുറേ സാമ്പത്തിക പരാധീനമൊക്കെ വന്നപ്പോഴാണ് ഈ ചിറ്റപ്പള്ളി അതങ്ങ് വാങ്ങി അങ്ങ് തുടങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കവും മറ്റതും എല്ലാം വളരെ ഇതായിട്ട് തന്നെയായിരുന്നു. എനിക്കറിയാം, എഞ്ചിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരുന്ന കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരുന്ന, ഇങ്ങനെ എഴുതി പാസ്സാവാതെ ഇരുന്ന കുറേ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ തല്ലിക്കൂട്ടി ഉണ്ടാക്കിയതാണ് ഇത്. അവരുടെ ഐഡിയയും മറ്റതൊക്കെ പോയി. പക്ഷെ അതൊരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകാനുള്ള അനലൈസിങ് നടത്തിയായിരുന്നെങ്കിൽ ചിലപ്പോൾ പറ്റുമായിരിക്കാം. പക്ഷേ അവരെ കൊണ്ട് സാധിച്ചില്ല. അപ്പോൾ ഐഡിയ ഉണ്ടായി, ആ ഐഡിയ കോപ്പി ചെയ്തെടുത്ത് ഡെവലപ്പ് ചെയ്ത് പോയി. അപ്പോൾ ഡെവലപ്പ് ചെയ്തപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അന്വേഷിച്ചു, അതേ ഉള്ളൂ. അതല്ലാതെ ഒരു ബിസിനസ് തുടങ്ങാൻ നേരത്തെ ഒരു ബിസിനസ് തുടങ്ങണം, ഏതാണെന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു ചെല്ലുന്ന ഒരാൾ ഒരിക്കലും ഗതി പിടിക്കില്ല എന്നുള്ള ഉറപ്പായിട്ടും. ഒരിക്കൽ ഇന്നത് ചെയ്തോളാം ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ സാറ് പറഞ്ഞ ബിസിനസ് ഐഡിയാസ് മുതൽ ഉള്ള ഡെവലപ്മെന്റ്സ് തുടങ്ങി കഴിഞ്ഞതിന് ശേഷം അത് ശരിക്കൊന്ന് ക്ലച്ച് പിടിച്ച് ശരിയായ പുരോഗതിയിലേക്ക് പോകാനുള്ള ഒരു ഗൈഡ് ലൈൻസ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ സഹകരണങ്ങൾ ഒക്കെ വേണം. സാറ് പറഞ്ഞ പോലെ, ജ്യോതികുമാർ സാറ് പറഞ്ഞ പോലെയുള്ള സഹകരണങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനങ്ങളാണ്. എങ്കിലും ഇതെല്ലാം ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് തൻ്റെ ബിസിനസ് ഒന്ന് അനലൈസ് ചെയ്യുന്നതിനും അത് പ്രോഗ്രസ് ചെയ്യുന്നതിനുമുള്ള ചില ഗൈഡ് ലൈൻസ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഏതായാലും വളരെ വർത്തിയായിട്ടുള്ള ചില പോയിന്റ്സ് ആയിരുന്നു സാർ പറഞ്ഞതെല്ലാം. പക്ഷേ ഇതിൻ്റെയൊക്കെ ഐഡിയ നമ്മൾക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് ശരിയാക്കാൻ പറ്റുകയില്ല എന്നേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞുള്ളൂ. എനിക്ക് വളരെയധികം അഭിനന്ദനങ്ങൾ. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഇത് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു പ്രോസസ് അല്ല, ഇതൊരു കൊളാബറേറ്റീവ് എഫക്റ്റ് ആണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഫെയിൽ ആയി പോകുന്നത്. കാരണം നമുക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യം. പക്ഷെ അതിനുള്ള ഹെൽപ്പറോട് കൂടി ഫാമിലി സപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ അങ്ങനത്തെ സപ്പോർട്ട് കൂടി വേണം. അറിയാൻ പാടാത്തത് ചോദിച്ചും മനസ്സിലാക്കിയും നല്ല ഇൻക്വിസിറ്റീവ് മുന്നോട്ട് പോകുന്ന നമ്മുടെ നാട്ടിലൊരു ഇത് പറയാം, സാമ്പത്തിക റിസ്ക് ഉണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു ജനറേഷൻ അത്ര റിസ്ക് ഒന്നുമില്ല. കാരണം അപ്പൊ അല്ലെങ്കിൽ ഒരാളെങ്കിലും എംപ്ലോയിഡ് ആണ്. നമ്മുടെയൊക്കെ ഒരു ജനറേഷൻ പോലെ ഇല്ല. പിന്നെ ഉള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു റിസ്ക് ഉണ്ട്. അതിന്റെ പേര് ഞാൻ വിളിക്കുന്നത് സോഷ്യൽ റിസ്ക് എന്നാണ്. എന്നാ അറിയോ, ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ള മോനെ പഠിത്തം കഴിഞ്ഞു, കുറച്ച് കഴിഞ്ഞെങ്കിൽ ജോലി കിട്ടിയോ, ജോലിയുടെ അടുത്ത് പെണ്ണ് കിട്ടിയോ, പെണ്ണ് കിട്ടി കഴിയുമ്പോൾ പിള്ളേരായോ, ഈ ചോദ്യം ചോദിക്കുന്നത് നാട്ടുകാരാണ്. ഇനി അതാണ് സോഷ്യൽ റിസ്ക്. പക്ഷെ മറ്റൊരു റിസ്ക് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ്. എന്നാ അറിയോ, ഞാൻ പറയാം. അതിങ്ങനെ, മൂത്ത പയ്യൻ എഞ്ചിനീയറാണ്, രണ്ടാമത്തെ പെൺകുട്ടി ഡോക്ടറാണ്, മൂന്നാമത്തെ ടെക്നോ പാർക്കിൽ കിടന്ന് എന്തോ ചെയ്യുന്നുണ്ട്, അവൻ എന്താ ചെയ്യണമെന്ന് അവന് തന്നെ അറിയാൻ പറ്റും. എന്നൂടെ പറയാം, മൂത്തവൻ എഞ്ചിനീയറാണ്, രണ്ടാമത്തെ പെൺകുട്ടി ഡോക്ടറാണ്, മൂന്നാമത്തെ ടെക്നോ പാർക്കിൽ കിടന്ന് എന്തോ ചെയ്യുന്നുണ്ട്, അവൻ എന്ത് ചെയ്യുന്നു അവന് തന്നെ അറിയത്തില്ല. ഇത് പറയണ നാട്ടുകാരല്ല, സ്വന്തം വീട്ടുകാരാണ്.
ഇതാണ് കേരളത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫാമിലി റിസ്ക്. ഇതിനെ ഓർക്കം ചെയ്യാൻ ഇച്ചിരി പാടാ സാറേ. കാരണം നമ്മുടെ ട്യൂണിങ് എങ്ങനെയാ, നമ്മുടെ ആറ്റിറ്റ്യൂഡിന് മാറ്റം വരുത്തണം. ബിസിനസ്സിനോടുള്ള ബിസിനസ്സുകാരുള്ള സംരംഭം, കാരണം കല്യാണത്തിന്റെ കാര്യമൊക്കെ പറയും, സംരംഭനെ കാഴ്ചപ്പാടും ഒരു ജനറേഷൻ മാറിക്കോളെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയൊക്കെ മാറ്റങ്ങൾ വന്നില്ലേ? ഓക്കെ സർ, താങ്ക് യു. കുറെ സമയം ചെലവഴിച്ചതിനും മനോഹരമായി സംസാരിക്കാൻ സാധിച്ചു. താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്ക് ഇതുപോലത്തെ സെഷൻസ് വീണ്ടും ലോറൻസ് സാറിൽ പ്രതീക്ഷിക്കാം. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറയാം അല്ലേ? താങ്ക് യു ലോറൻസ് സാർ. ഞാൻ ഇറങ്ങിക്കോട്ടെ. യെസ്, താങ്ക് യു. ഓക്കെ, ബൈ.